എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമായ ദൈവിക പാദപീഠത്തിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ ആയിരിക്കാനായിട്ട് ദൈവം ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എല്ലാ കർത്തദാസന്മാരെയും വന്ദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ കരുൺ പ്രിയപ്പെട്ട സുഹൃത്തിനെ വന്ദനം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പുണ്യപാദപീഠത്തിലായിരിക്കുമ്പോൾ വളരെ ശാന്തമായ ചിന്തകൾക്കായിട്ട് നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് തിരിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളെ ഇന്ന് രാത്രി പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എബ്രായ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. എബ്രായ ലേഖനവുമായിട്ട് ബന്ധപ്പെട്ട് എബ്രായ ലേഖനത്തിലെ ചില ആഹ്വാനങ്ങളെയാണ് എളിയവൻ ഇന്ന് രാത്രിയിൽ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആഹ്വാനങ്ങൾ ഓൺലൈനിലൂടെയും സൂം മീഡിയയിലൂടെയും ഒക്കെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ദയവായിട്ട് കുറിച്ചെടുത്താൽ നന്നായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. എബ്രായ ലേഖനം 2-ാമത് അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാമത് അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനത്തെ കാണുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതെ ഇരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അപ്പോൾ ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സലായിട്ടുള്ള വിശ്വാസ സമൂഹത്തിന് വേണ്ടി എഴുതപ്പെട്ട ഈ ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യുണീക്ക്നെസ് ആണ് പ്രധാനമായ പ്രതിപാദ്യ വിഷയം. യേശു കർത്താവ് ദൂതന്മാരെക്കാട്ടിലും ശ്രേഷ്ഠൻ, യേശു കർത്താവ് പ്രവാചകരിലും ശ്രേഷ്ഠൻ, യേശു കർത്താവിൻ്റെ യാഗം ശ്രേഷ്ഠയാഗം. അപ്പം ദൈവത്തിൻ്റെ അതുല്യത വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ട. ഇതൊരു വലിയ കാര്യമാണ്. ഈ ഒഴുകിപ്പോകുന്ന ഒരു ട്രെൻഡ് നാം കാണുന്നുണ്ട്. ചിലപ്പോൾ നല്ലൊരു ആവേശത്തോടെ പാട്ട് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നവരെ പിന്നെ കാണാതെ വരുന്നതിൻ്റെ കാരണം എന്താണ്? ജീവിത പ്രശ്നങ്ങളോ ദുരുപദേശത്തിൻ്റെ കുത്തൊഴുക്കുകളോ മറ്റ് സ്വാധീനങ്ങളൊക്കെ വരുമ്പോൾ അവരിങ്ങനെ വിശ്വാസത്തിൽ നിന്ന് അടിപതറിപ്പോകുന്ന ഒരു കാഴ്ച കാണുകയാണ്. ദൈവ വന്നു ദൈവ പോയെന്ന് പറയുന്ന പോലാണ് ചിലർ. അവരിങ്ങനെ വരുന്നു, ആരാധിക്കുന്നു, പിന്നെ എല്ലായിടത്തും കൊണ്ട് കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എന്താ പറ്റുക? ഒഴുകിപ്പോവുകയാണ്. വിശ്വാസത്തിൻ്റെ ഒത്തിരി ദുരുപദേശങ്ങളുടെ ഒത്തിരി കുത്തൊഴുക്കുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. പണ്ടത്തിനേക്കാൾ കൂടുതൽ അത് സ്വാധീനിക്കുന്നുണ്ട്. അതിനൊന്നും നമുക്ക് നിഷേധിക്കാനായിട്ട് ഒത്തത്. കഴിഞ്ഞ ദിവസം എന്നോട് വളരെ സങ്കടത്തോടെ ഒരു കർത്തദാസൻ വിളിച്ചു. ഒത്തിരി കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ഇതൊക്കെ വളരെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന വളരെ നല്ലൊരു ദൈവദാസൻ, അനുഗ്രഹീതനായ ഒരു ശുശ്രൂഷകനാണ്. വിദേശത്ത് ഇപ്പോൾ സ്ഥിര താമസമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്. അദ്ദേഹം കുറേ ദിവസങ്ങളായിട്ട് ഉപവാസത്തോടെ പ്രാർത്ഥനയിലും വേദനയോടെ വിളിച്ച ഒരു കാര്യം, ആ വേദന ശബ്ദത്തിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരു പാസ്റ്റർ ഒരു പ്രസംഗം പ്രസംഗിച്ചു. ഒരു പ്രസംഗം പ്രസംഗിച്ചപ്പോൾ അത് കേട്ടത് 2000 പേരോ 3000 പേരോ ആണ്. 2000 പേരോ 3000 പേരോ ആ പ്രസംഗം എന്ത് ചെയ്തു? കേട്ടു. ആ പ്രസംഗത്തിൻ്റെ തന്നെ ഒരു കോമഡി ഇട്ടത് 5 മില്യൺ ആൾ കണ്ടു. 5 മില്യൺ, അതായത് 50 ലക്ഷം പേര് കണ്ടു. പ്രസംഗം അത്ര, ഒറിജിനൽ പ്രസംഗം 3000 താഴെ കണ്ടുള്ളൂ. അതിൻ്റെ കോമഡിയോ 50 ലക്ഷം കണ്ടു. അപ്പോൾ ഈ നോക്കിയാണ് അതിൻ്റെ ആ ട്രെൻഡ് പോകുന്ന കണ്ടു. ഇതാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ സംഭവിക്കുക. ഉപദേശങ്ങളുടെ ഒരു കുത്തൊഴുക്ക് വരെയാണ്. നമ്മൾ കഷ്ടപ്പെട്ടൊരു പ്രസംഗം ഇട്ട 5K 6K 8K 10K ഒക്കെ കണ്ടാൽ നമുക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ ഒരു കാര്യമില്ലാതെ, കഴമ്പില്ലാതെ വചനത്തെ കോട്ട് മാറ്റി ഒരു ലൈവ് വന്നാൽ നിമിഷ നേരം കൊണ്ട് 50,000 പേര് കാണും. ഇത് കേൾക്കുന്ന കൂടുതലും വിശ്വാസ സമൂഹത്തിലെ കുട്ടികളാണ്. അവർക്ക് സംഭവിക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാകും, ഇങ്ങനെ ഒഴുകിപ്പോവും. അതുകൊണ്ടാണ് വചനം പറയുക, കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. എല്ലാവരും പറഞ്ഞേ, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുകൊണ്ട് വചനം കേൾക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രസംഗിക്കണം. വചനം പ്രസംഗിക്കണമെങ്കിൽ അയക്കണം. റോമാലേഖനം പറയുന്നു, പോകണം, അയക്കണം, പ്രസംഗിക്കണം, കേൾക്കണം,
വിശ്വസിക്കണം. നന്മ സുവിശേഷിക്കുന്ന കാൽ എത്ര മനോഹരമാണ്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കാനായിട്ടുള്ള സന്നദ്ധത നമ്മുടെ കൈ കാണും. വചനം പ്രസംഗിക്കണം. അതുകൊണ്ടാണ് തിമോത്തിയോസിലൊക്കെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നീയോ ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യുക? പ്രസംഗിക്കുക. സമയത്തും അസമയത്തും എല്ലാം ഒരുങ്ങിയിരിക്കുക. അപ്പോൾ വചനം പ്രസംഗിക്കണം. വചനം വേണം പ്രസംഗിക്കപ്പെടാൻ. കണ്ണരസമാർഗമാറുള്ള കാര്യങ്ങളെല്ലാം ദൈവവചനം പ്രസംഗിക്കുകയും അത് കേൾക്കുകയും കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുകയും ആവശ്യമാണ്. കേൾക്കുക, ദൈവവചനം കേൾക്കുക, ദൈവവചനം ഉൾനടുക, അത് കരുതിക്കൊള്ളുക, അതിന് ശ്രദ്ധ കൊടുക്കുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. എല്ലാവരും പറഞ്ഞേ, ഒഴുകി പോകാതിരിക്കേണ്ടതിന്. ഒഴുകി കേട്ടത് അധികം ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? കരുതിക്കൊള്ളണം. കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണം, വചനം കേൾക്കണം. വചനം കേൾക്കുന്നത് നമ്മൾ കൈക്കൊള്ളണം. ഓഡിയോ ബൈബിളൊക്കെ കിട്ടും, നല്ലതാണ് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക്. വലിയ ഭാഷാ നൈപുണ്യം ഒന്നുമില്ലാത്ത പ്ലസ് ടു അല്ലാന്ന് പ്രീ ഡിഗ്രി തോറ്റ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഈ ഇംഗ്ലീഷ് ഭാഷാ നൈപുണ്യം കേട്ടിട്ട് ഞാൻ അന്തം വിട്ടുപോയി. അപ്പം ഞാൻ ചോദിച്ചു, കൊച്ചിലെ എവിടെയാണ്, പുറത്താണോ പഠിച്ചത്? ഓ, നമ്മുടെ അവിടെ. എന്തുകൊണ്ട് വിദ്യാഭ്യാസം? പ്രീ ഡിഗ്രി തോറ്റത്. പിന്നെ എങ്ങനെയാണ് ഇത്രയും ഫ്ലുവൻ്റായിട്ട്? എന്ത് ആക്സിഡൻ്റ് ഒക്കെ കേട്ടാൽ ഒറിജിനൽ സായിപ്പ് തോറ്റു പോകുന്ന. നമ്മളിപ്പോൾ ഈ IELTS ഒക്കെ പാസ്സാകുന്ന പിള്ളേരെയൊക്കെ ചിലപ്പം സംസാരിക്കുമ്പോൾ സങ്കടം തോന്നും. അവൻ പറഞ്ഞു കളയും, മൈ നെയിം ഈസ്. പക്ഷെ IELTS എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് കിട്ടിപ്പോയതാണ്. അതാണ് അതിൻ്റെ സത്യം കേട്ടോ. എല്ലാവരും ഈ ഇംഗ്ലീഷ് അറിയാമെന്നുള്ളൊന്നും IELTS ഒന്നും പാസ്സാകുന്നതല്ല. പലപ്പോഴും പാസ്സാകുന്നത് വോളിബോൾ കളിക്കുന്ന പോലെ. വോളിബോൾ കളിക്കുമ്പോൾ ഒരാൾ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും, ഒരാൾ സ്മാഷ് ചെയ്യും. നല്ല ആരോഗ്യമുള്ള ഒരാൾ സ്മാഷ് ചെയ്യുമ്പോൾ ഒറ്റയടി എന്നാൽ മറ്റവൻ ബ്ലോക്ക് ചെയ്യുന്നതിന് മുമ്പ് ഈ പന്ത് ഇവിടെ കിടക്കും. അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ പല്ലും പാസ്സായത് അങ്ങനെയാണ്. പ്രാർത്ഥിച്ച് എല്ലാവരും കൂടെ പൊക്കുമ്പോൾ അവസാന നിമിഷം പാസ്റ്റർ ഒറ്റ അട്ടിയുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്ന് പറഞ്ഞ ഒറ്റ അട്ടിയാണ്. അട്ടിക്ക് എവിടെ കിടക്കും? അപ്പുറത്തിടും. പരീക്ഷ എഴുതുന്ന പിള്ളേരെല്ലാം പേടിക്കണ്ട, നിങ്ങളെല്ലാം ഞങ്ങൾ അട്ടിച്ച് അപ്പുറത്തിടും. എങ്ങനെ? ഒറ്റ അട്ടി. നിങ്ങളുടെ അമ്മ പ്രാർത്ഥിച്ച്, അച്ഛൻ പ്രാർത്ഥിച്ച്, ഉപവസിച്ച് നിങ്ങളിങ്ങനെ പൊക്കുമ്പോൾ ഞങ്ങൾ ലാസ്റ്റ് കൈക്ക് ഒറ്റ അട്ടിയുണ്ട്. ഇൻ ദ നെയിം ഓഫ് ജീസസ് കയറിപ്പോട്ടെന്നൊക്കെ പറയുമ്പോൾ തന്നെ അങ്ങ് കയറിപ്പോ. അത്രയൊക്കെ ഉള്ളൂ. അതല്ലേ അതിൻ്റെ സത്യം. അതാണ് അതിൻ്റെ സത്യം. എങ്കിൽ ഒന്ന് സ്വോത്രം ചെയ്തേ. അത് ഏത് വലിയ പരീക്ഷയാണ്. എത്രയോ പിള്ളേർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചൈനയിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ 5-6 പ്രാവശ്യം എഴുതിയിട്ട് ലൈസൻസ് ഇല്ലാത്തതൊക്കെ ഒറ്റ അട്ടിക്ക് അപ്പുറത്തോട്ട് കിടക്കുന്നത്. അതെന്താ കാര്യം ചോദിച്ചാൽ അത് തമ്പുരാനെ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഓർക്കുക. അപ്പം ഈ വിശ്വാസത്തിൻ്റെ കുത്തൊഴുക്കലുകളുടെ ദുരുപദേശങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വചനം എന്ത് ചെയ്യണം? കേൾക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ സഹോദരൻ്റെ ഇംഗ്ലീഷ് ഭാഷ ഇന്ന് നല്ല ഫ്ലുവൻ്റാണ്, സ്ഫുടമാണ്. ഒരു വിദേശീയൻ്റെ ലാംഗ്വേജും ആ സ്ലാങ്ങും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ചോദിച്ചാൽ പറഞ്ഞു, ഒന്നുമില്ല, നടക്കുമ്പോൾ ഇരിക്കുമ്പോഴെല്ലാം ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ഓഡിയോ ബൈബിൾ കേട്ടുകൊണ്ട് നടന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലാംഗ്വേജ് കൂടി ബൈബിൾ ഇത് ഹൃദ്യമായി. ഇന്ന് താനൊരു ഇൻ്റർനാഷണൽ ഫിഗറാണ്, ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ദൈവദാസനാണ്. എങ്ങനെ മാറ്റങ്ങളുണ്ടായെന്ന് ചോദിച്ചപ്പോൾ ബൈബിളിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ, നല്ലൊരു വേർഷൻ ഓഡിയോ ബൈബിൾ കേൾക്കാൻ തുടങ്ങി, കേട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി, പോകുമ്പോഴും വരുമ്പോഴും എല്ലാം കേൾക്കാൻ തുടങ്ങി. ഇന്ന് പല്ലും പോകുമ്പോഴും വരുമ്പോഴും എല്ലാം ഈ ചെവിക്കകത്ത് വെച്ചേക്കുന്ന കേൾക്കുന്നത് എന്താണെന്നറിയാമോ? എന്താണെന്ന് അവർക്ക് പോലും അറിയത്തില്ല. കുറേ ആൽബം സോങ്ങാണ്. അതിനകത്ത് എന്തോ പറഞ്ഞേക്കെന്നറിയാം, അടിയുടെ പിടിയുടെ കൊടലിട തട്ടിട പിട്ടിട. സത്യം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമൊക്കെ അതെടുത്താൽ നിന്നെയും കൊല്ലും ഞാനും ചാകും, നിന്നെയും കൊല്ലും ഞാനും ചാകും, എല്ലാത്തിനെയും കൊല്ലട ജകട മരിക്കട, ഇതൊക്കെ അതിൻ്റെ ശരിക്കും അർത്ഥം. ഇവർക്കും അറിയത്തില്ല. ടൂന്ന് പറഞ്ഞു പോകും. ചില ആഫ്രിക്കൻ സോങ്ങിൻ്റെയൊക്കെ പാട്ട് കേട്ടാൽ കേൾക്കാൻ ഇമ്പമാണ്. കിടുകിടുകിടുകിടുകിടാന്ന് നോക്കും, അർത്ഥമൊന്നുമില്ല, പാഴും ശൂന്യമാണ്. അല്ലാത്ത അതിനകത്ത് എന്തുവാ? ജീവനെ വർദ്ധിപ്പിക്കുന്ന ആശയങ്ങൾ വല്ലതും ഉണ്ടോ? ജീവനെ വർദ്ധിപ്പിക്കുന്ന ആശയം വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് കേൾക്കുക? ബൈബിള് കേൾക്കണം. പിള്ളേരോടൊക്കെ പറയട്ടെ, പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല ഓഡിയോ ബൈബിൾ കിട്ടും, അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് പോകുന്ന വഴിക്കെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? കേട്ടുകൊണ്ടിരിക്കുക. പോകുന്ന വഴിക്ക് അത് ബ്ലൂടൂത്തിലിട്ടിട്ട് ബൈബിള് കേട്ടുകൊണ്ടേയിരിക്കുക. എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്തൊരു വീട്ടിൽ താമസിക്കുക. ചെറിയ കാര്യമാണെങ്കിൽ സന്തോഷം തോന്നി. വിദേശത്തൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അതൊരു ഭയങ്കര കുറേ വർഷം മുമ്പ് നല്ലൊരു സ്മാർട്ട് TV. അപ്പോൾ അതിൻ്റെ പിന്നെ ഇതൊന്നും പുള്ളിക്കാരനെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ പുള്ളി അറിയുന്നതിന് ബന്ധപ്പെടുത്തിന് അവർ ജോലിക്ക് പോയി. അപ്പോൾ ഈ TV ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളി അത് ഓഫ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. അപ്പോൾ പുള്ളി വന്നപ്പോൾ അവരോട് പറഞ്ഞു ഇതിങ്ങനെ വർക്ക് ചെയ്യാൻ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മനഃപൂർവ്വം ഇട്ടേച്ച് പോകുന്ന. അതെൻ്റെ കാര്യം. ആ പ്രസംഗങ്ങൾ ഇങ്ങനെ ഇതിനകത്തോട് ഒഴുകട്ടെ.
ചുമ്മാ മുറിക്കകത്ത് വചനം വരട്ടെ, വേറെ വല്ലതൊക്കെ കേൾക്കുന്നത് നല്ലതാണ്, ഈ മുറിക്കകത്ത് എന്തോ മുഴങ്ങട്ടെ, വചനം മുഴങ്ങട്ടെ, അത്രയും ഒരു ദർശനമൊക്കെ ഉണ്ടായല്ലോ. അപ്പം അതുകൊണ്ട് കേൾക്കണം, 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 കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എല്ലാവരും ഉറക്കെ പറഞ്ഞ് വചനം എന്ത് ചെയ്യണം? കേൾക്കണം, വചനം കേൾക്കണം, കേൾക്കുന്ന അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. അതുകൊണ്ട് വചനം കേൾക്കുക, വചനം കുറിക്കുക, വചനത്തിൻ്റെ ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കുക, ആ നോട്ട് ബുക്ക് കുറിച്ച് വെക്കുക, കേൾക്കുക, കേൾക്കുന്നത് കരുതിക്കൊള്ളുക. ഇനിയും എന്ത് ചെയ്യണം? 3-ാം അധ്യായം 2-ാമത്തെ ആഹ്വാനം 3-ാം അധ്യായത്തിൽ കാണുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. 2-ാമത്തെ ആഹ്വാനം ആരെ ശ്രദ്ധിച്ചു നോക്കണം? യേശുവിനെ. അവിടെ പറയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. ദൈവമായ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നത് നാം ആരാണ്? വിശുദ്ധ സഹോദരന്മാരാണ്. വിശുദ്ധ സഹോദരൻ. നമുക്ക് തന്നെ അത്ഭുതം തോന്നുന്നല്ലേ? എന്ത് കണ്ടിട്ടാണ് നമ്മുടെ വിശുദ്ധി? നമ്മുടെ പ്രവൃത്തിയല്ല. കാൽവരി കുരിശിൽ കർത്താവ് നമുക്ക് വേണ്ടി നേടിയെടുത്ത യേശുവിൻ്റെ രക്തത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നതാണ് നമ്മുടെ വിശുദ്ധി. നമ്മുടെ വിശുദ്ധി നമ്മുടേതാണോ യേശുവിൻ്റേതാണോ? യേശു കർത്താവിൻ്റെ വിശുദ്ധിയാണ് നമ്മുടെ വിശുദ്ധി. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുവിലൂടെയാണ്. യേശു കർത്താവിൽ നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുമ്പോൾ നമുക്കൊരു ബോധ്യം കിട്ടും, നാം ആരാണ്? വിശുദ്ധ സഹോദരന്മാരാണ്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശു കർത്താവിനെ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ചു നോക്കണം. 1, കേൾക്കണം, കേട്ടത് കരുതണം. 2-ാമത്തെ ആഹ്വാനം, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, ഹോളി ബ്രദേഴ്സ്, വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ. അപ്പോൾ കർത്താവിൽ നമ്മൾ വിശുദ്ധരാണ്. നമ്മുടെ പ്രവൃത്തി അല്ല നമ്മുടെ വിശുദ്ധിയുടെ ആധാരം, ക്രിസ്തുവിനുള്ള നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നാം ക്രിസ്തുവിലാകുമ്പോൾ പിതാവാം ദൈവം ക്രിസ്തുവിലൂടെ നമ്മളെ കാണുമ്പോൾ നാം ആരായി മാറുന്നു? വിശുദ്ധ സഹോദരന്മാരായിരിക്കുന്നു. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ ആരെ നോക്കണം? യേശുവിനെ ശ്രദ്ധിച്ച് നോക്കണം. അതുതന്നെ നമ്മൾ 12-ാം അധ്യായത്തിൽ കാണുന്നു. ഇതാ, സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട്, വളരെ ഗൗരവമായിട്ട് ഓർക്കണം, സകല ഭാരം. 1, മുറുകെ പറ്റുന്ന പാപം. ഈ പെറ്റ് സിൻസ് ഉണ്ട്, പെറ്റ് സിൻസ്. അത് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും ഇഷ്ടപാപങ്ങൾ. അതുകൊണ്ടാണ് പറയുക, നാമം സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുന്നതുകൊണ്ട്. അപ്പം വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക പറഞ്ഞിട്ടാണ് ഈ സാക്ഷികളുടെ സമൂഹത്തെക്കുറിച്ച് പറയുന്നത്. അപ്പം നമുക്കിന്ന് സാത്താൻ ഒരുക്കുന്ന വലിയൊരു തന്ത്രമുണ്ട്. ഭൂരിപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറയാനൊക്കത്തില്ല. ഭൂരിപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ശരിയായേനെ. വെറുതെ ഒരു മനുഷ്യനെ സംശയത്തിൻ്റെ പേരിൽ പിടിച്ചാൽ ആൾക്കൂട്ടം വരുന്നു, കൂടുന്നു, ഉടനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു? തല്ലിക്കൊല്ലുന്നു. ആൾക്കൂട്ട കൊലപാതകങ്ങൾ കൂടുകയാണ്. ശരിയാണോ? അല്ല. ഭൂരിപക്ഷം കൂടിയത് കൊണ്ട് ഒന്നും ശരിയാകില്ല. തെറ്റൊരിക്കലും മെജോറിറ്റിയുടെ ചെയ്വനയിൽ അംഗീകാരത്തിൽ ഒരുപക്ഷെ നിയമങ്ങൾ മാറ്റാമായിരിക്കാം, പക്ഷെ ദൈവത്തിൻ്റെ നിയമത്തിൽ അത് ശരിയാകണമെന്നില്ല. അതുകൊണ്ടാണ് പറയുക, ഭൂരിപക്ഷത്തിൻ്റെ ശരിയല്ല ശരി, വേദപുസ്തകത്തിൻ്റെ ശരിയാണ് ശരി. അതുകൊണ്ട് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമ്മൾ നോക്കുമ്പോൾ ആരും ഇല്ലെന്ന് നമുക്ക് തോന്നിയാലും, ഏലിയാ പുറത്ത് താൻ ഒറ്റയ്ക്കേ ഉള്ളെന്ന്. പക്ഷേ ഏലിയാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, ബാലിന് മുട്ടുമടക്കാത്ത 7000 പ്രവാചകന്മാർ ഇവിടെയുണ്ട്. നമ്മൾ ആരെയും കാണുന്നില്ലെങ്കിലും സാക്ഷികൾ ഒത്തിരി പേര് അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട്. ഒത്തിരി പേര് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ യേശു കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവർ ലോകമെമ്പാടുമുണ്ട്. അത് മറന്നു പോകരുത്. ഞാനൊരു ഒരു കല്യാണത്തിന് നിൽക്കുകയാണ്. അന്ന് കല്യാണത്തിന് പ്രസംഗിച്ച ഒരു സീനിയർ പാസ്റ്റർ പ്രസംഗിച്ചു, അമേരിക്കയിൽ എല്ലാ കുടുംബങ്ങളും തകർന്നിരിക്കുകയാണ്, അമേരിക്ക മുഴുവൻ പോയിരിക്കുകയാണ്, അമേരിക്കയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് അമേരിക്കയിൽ പോയിട്ട് വന്നിട്ട് അമേരിക്കയുടെ ഇന്നടത്തൂടെ ഞാൻ പോയി ഇന്നടത്ത് കണ്ടു എന്നെല്ലാം പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞ് അമേരിക്കയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞിട്ട് പ്രസംഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ളൊരു ദൈവദാസൻ മുമ്പോട്ട് വന്നിട്ട് വല്ലാതെ ഗൗരവപ്പെട്ട അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പറഞ്ഞു, താങ്കൾ അമേരിക്കയുടെ ഒറിജിനൽ മുഖം കണ്ടിട്ടില്ല. ധാരാളം ദൈവദാസന്മാർ ഇന്നുകൊണ്ട് വൈറ്റ്സ് ആയിട്ടുള്ളവർ, അവിടുത്തുകാർ,
ഇന്ത്യക്കാർ മാത്രമല്ല, അവിടുത്തുകാർ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത സൂക്ഷിക്കുന്ന, ദാമ്പത്യ വിശുദ്ധി സൂക്ഷിക്കുന്ന, കുഞ്ഞുങ്ങളെ വേണ്ട നിലയിൽ വളർത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങൾ ഇന്നും അവിടെ ഉണ്ടെന്നുള്ള യാഥാർത്ഥ്യം താങ്കൾ മറന്നു പോകരുത്. അന്ന് പറഞ്ഞ് അദ്ദേഹം രോഷാകുലനാകുമ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞ് ഇത്ര വർഷമായിട്ട് അവിടെ താമസിക്കുകയാണ്, എനിക്ക് ഇത്ര കുടുംബങ്ങളുമായിട്ട് ഇന്ന ബന്ധങ്ങളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, എല്ലാത്തിൻ്റെ ഇടയിലും കർത്താവിനൊരു ശേഷിപ്പുണ്ട്. എല്ലാത്തിൻ്റെ ഇടയിലും കർത്താവിനൊരു ശേഷിപ്പ്. കർത്താവ് വരുന്നത് ഭൂരിപക്ഷത്തെ കൊണ്ടുപോകാനല്ല, കർത്താവ് വരുന്നത് ഒരു ശേഷിപ്പിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഭൂരിപക്ഷത്തെ കൊണ്ടുപോകാൻ വേണ്ടി അല്ല യേശു വരിക. യേശു കർത്താവ് വരുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഇടയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന കുറേ പേരെ കാണാൻ വേണ്ടിയാണ്. നമ്മൾ കാണുന്നുണ്ട് ഈ ദേവാലയ സമാഗമന കൂടാരമൊക്കെ നിർമ്മിക്കുമ്പോൾ കെരൂബുകളുടെ മുഖം തിരിഞ്ഞ് അകത്തോട്ടിരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എപ്പോഴും ലോകോന്മുഖമായിട്ടല്ലാതെ ദൈവോന്മുഖമായി നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം, ഒരു ശേഷിപ്പ് എന്നുമുണ്ട്. അവരെ ആരും കാണുന്നില്ലെങ്കിലും ഇതാ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുമുണ്ട്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപം വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. എന്നിട്ട് എന്ത് ചെയ്യണം? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഒരു ഓട്ടക്കാരൻ ഓടുമ്പോൾ അവൻ്റെ കണ്ണുകൾ അവൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ്. ആ ഫിനിഷിംഗ് പോയിന്റിലേക്കാണ് അവർ ഓടി അടയ്ക്കുക. അവിടേക്ക് നോക്കുമ്പോൾ അതിങ്ങനെ അടുക്കും തോറും അവിടെ ആവേശം കൂടുകയാണ്. ലാസ്റ്റ് കുതിപ്പിന് വേണ്ടി അവരെ സഹായിക്കുന്നത് അവിടെ ആ നോട്ടമാണ്. നമുക്കറിയാം, വള്ളംകളിയൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഫിനിഷിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഇഞ്ചോടിഞ്ചൊക്കെ വരെയാണ്. ലാസ്റ്റ് കുതിപ്പാണ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുക. അപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലേക്ക് നമ്മൾ എത്തുമ്പോൾ അതിലേക്ക് നോക്കാൻ സഹായിക്കുന്നത് അവിടെ നിൽക്കാത്തിരിക്കുന്ന ഒരു ഫിനിഷിംഗ് പോയിന്റ് ആണെങ്കിൽ, ഒരു വിശ്വാസതയുടെ ഓട്ടക്കളത്തിൽ അവനെ നോക്കാനായിട്ട് ഒരാളുണ്ട്. അത് അങ്ങേ തലയ്ക്ക് നമ്മളെ സ്വീകരിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹവും ആ സംഘത്തിൻ്റെ മുമ്പ് നിൽക്കുന്ന കർത്താവായ യേശുവാണ്. ഓടിയെത്തുന്നവരെ സ്വീകരിക്കുവാൻ കർത്താവ് അവിടെ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നാം പാടുക, അന്ന് നമ്മൾ അവനെ കാണും. എങ്ങനെ കാണും? ഓടിയെത്തുന്നവരെല്ലാം, പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്, പരനെ നിൻമുഖം, പരനെ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ട് എനിക്കാശ, കണ്ടു കൊതി തീരാൻ എനിക്കാശ. അപ്പോൾ കർത്താവ് ആ ഫിനിഷിംഗ് പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം ഓടുക. അങ്ങനെ യേശുവിനെ നോക്കണം. രണ്ട് ഭാഗങ്ങളിലായിട്ട് പറയുന്നു. ഒന്ന്, യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കണം. രണ്ട്, യേശു കർത്താവിനെ നോക്കണം. യേശു കർത്താവിനെ നോക്കണം. അപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മൾ നോക്കാൻ നമുക്കൊരിടമുണ്ട്. ആരെയാ? യേശു കർത്താവിനെയാണ്. എങ്ങനെ നോക്കണം? ശ്രദ്ധിച്ച് നോക്കണം. എന്തിനാണ് യേശു കർത്താവിനെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്? എന്താണ് യേശു ക്രിസ്തു? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു. അതാണ് ഒരു വിശ്വാസ ജീവിതത്തിന് അടിസ്ഥാനപരമായ സുവിശേഷത്തിൻ്റെ വാക്യം. കാണാതറിയാവുന്നവരെല്ലാം ഉറക്കെ പറഞ്ഞ് കാണാതെ അറിഞ്ഞിരിക്കണം. യോഹന്നാൻ 3:16, യോഹന്നാൻ 3:16. കാണാതെ അറിയാത്ത ഒരാൾ വിശ്വാസിയല്ല. എന്താണ് യോഹന്നാൻ 3:16? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ, യേശു കർത്താവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഉറക്കെ പറഞ്ഞ്, തൻ്റെ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഒന്നുകൂടെ പറഞ്ഞ്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 3:16 അത് കാണുമ്പോൾ എന്തിനാണ് യേശു ക്രിസ്തുവിനെ അയച്ചത്? തന്നിൽ വിശ്വസിക്കുന്നവൻ നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. യേശു കർത്താവ് ജഡാവതാരം എടുക്കാനുള്ള കാരണം മനുഷ്യർക്ക് ദൈവം കൊടുത്ത സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യപ്പെട്ടത് വഴി മനുഷ്യൻ പാപികളായി മാറി. പാപത്തിൻ്റെ ശമ്പളം മരണമാകും. അങ്ങനെ മരണവും തിന്മയും ശാപവും ഒക്കെ മനുഷ്യനെ വേട്ടയാടി. അങ്ങനെ മനുഷ്യൻ വല്ലാതെ നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. എല്ലാ മനുഷ്യർക്കും ആഗ്രഹമുണ്ട് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു പാപത്തിൻ്റെ പ്രമാണം നമ്മുടെ അവയവങ്ങളെ വ്യാപരിച്ചിട്ട് അത് നമ്മെ പാപത്തിന് എന്താക്കുന്നു? ബദ്ധനാക്കി കളയുന്നു. ഞാൻ സാറിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. പരീക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒറ്റ മക്കളുണ്ടോ?
ഉണ്ടോ? ഇല്ല. ഇപ്പം ഇന്നലെ പരീക്ഷ കഴിഞ്ഞു. ഈ പരീക്ഷയ്ക്ക് ഗ്യാപ്പുള്ളത് നല്ലതുമാണ്, പരീക്ഷയ്ക്ക് ഗ്യാപ്പുള്ളത് അപകടമാണ്. അപ്പോൾ അവർ പറയും ആ എക്സാമിന് 10 ദിവസം ഗ്യാപ്പുണ്ട്, അതുകൊണ്ട് 10 ദിവസം അങ്ങ് പോകും. ഇന്നോർക്കും നാളെ പഠിക്കാം, നാളെ കൊടുക്കും, മറ്റന്നാൾ പഠിക്കാം. അതിനവരെന്ത് ചെയ്തു? ചിലപ്പോൾ നേരത്തെ കിടന്നിട്ട് അലാറം വെച്ച് കിടക്കും. അലാറം അടിക്കുമ്പോൾ എന്തോ ചെയ്യും? അലാറം ഓഫ് ചെയ്യും. എന്നിട്ട് എന്തോ ചെയ്യും? പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ ഒന്നുകൂടെ ഉടങ്ങും. എന്നിട്ട് ഓർക്ക് ഇന്ന് മുഴുവൻ ഇരിക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുകയാണ്. അലാറം അടിക്കും, അലാറം ഓഫ് ചെയ്യും. അലാറം അടിക്കും, അലാറം ഓഫ് ചെയ്യും എന്ന് അവർ തീരുമാനിക്കും. പരീക്ഷയുടെ സമയം ആകുമ്പോഴത്തേനെ ഫോണൊക്കെ ഒന്ന് മാറ്റി വെക്കും. പക്ഷേ ശങ്കരൻ എഗൈൻ ഓൺ ദ കോക്കനട്ട്. ഏതായാലും ഒരു കാര്യം കൂടെ ഓർത്തോണം. നമ്മൾ പണ്ട് നോയിമ്പ് എടുക്കുമായിരുന്നു. നോയിമ്പ് ഈ എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ എന്തെടുക്കും? നോയിമ്പ് എടുക്കും. നോയിമ്പ് ഒരു ശാഖപദാർത്ഥങ്ങൾ കഴിച്ചുകൊണ്ട്, അഥവാ ദാനിയൽ ഫാസ്റ്റിംഗ് ആണ്. ചിലതെല്ലാം എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയാണ്. ഒരു കണക്കിന് ഫുള്ളായിട്ട് ഉപവസിക്കാൻ കഴിയാത്ത ഒത്തിരി പേരുണ്ട് നമ്മുടെ കൂടെ. ഇപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്ക്, ഡയബറ്റിക് ഉള്ളവർക്കൊക്കെ ഉപവാസം പാടാണ്, അവരെ വിറയ്ക്കും. അവർക്ക് ഉപവസിക്കാം. എങ്ങനെ? ചെറിയ വലിയ ബെഡ ഒരു മീലൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ചെറിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഉപവസിക്കാം. അല്ലേ? എല്ലാവർക്കും ഉപവസിക്കാൻ ഒക്കുവോ? ഇല്ല. ചിലർക്ക് അസിഡിറ്റി ഉള്ളവർ, ചിലർ മയങ്ങിപ്പോകുന്നവർ, ചിലർക്ക് ലോ ഡയബറ്റിക് ആകുന്നവർ, ലോ BP ആകുന്നവർക്കൊക്കെ ഉപവസിക്കാൻ പാടാണ്. അവർക്ക് ഉപവസത്തിൽ പങ്കുചേരാം. എങ്ങനെ? ചെറിയ ഭക്ഷണങ്ങൾ, കഞ്ഞിയോ പയറോ ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ ഇതിലൊക്കെ ഉപവസിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് മാറ്റി വെക്കേണ്ട ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഫാസ്റ്റിംഗാണ്. എല്ലാവരും ഓർത്തണം, ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് കൂടെ എടുക്കണം. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എന്ത് ഫാസ്റ്റിംഗ് എടുക്കണം? ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. എഴുതിയിടാമെങ്കിൽ എഴുതിയിട്ടോ. എന്നിട്ട് എല്ലാവരും പറഞ്ഞു എന്തോ എടുക്കുക? ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. നാളെ ഞായറാഴ്ചയാണ്. രാവിലെ ഉച്ചവരെ അങ്ങ് ഡിജിറ്റൽ ഫാസ്റ്റ് എടുക്കുക. ഒന്നും സംഭവിക്കത്തില്ല. അത്യാവശ്യം ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിച്ചാൽ രാവിലെ വാട്സപ്പ് നോക്കിയില്ലെങ്കിൽ ആകാശം ഇടിഞ്ഞ് വീഴുവോ? ഇല്ല. ടേക്ക് എ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. ആരും ഇന്നത്തെ ഉച്ചവരെ ഞാൻ ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. പിള്ളേരെ ഉച്ചവരെ നാളെ ഞായറാഴ്ച എന്തെടുക്കുക? ഡിജിറ്റൽ ഫാസ്റ്റിംഗ്. എടുത്തില്ല വലിയ അപകടമാണ്. ഞാനൊരു ചെറുക്കനെ കല്യാണം കഴിപ്പിക്കുകയാണ്. അവനും ഭാര്യയും കൂടെ കൈ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, സുഖത്തിലും ദുഃഖത്തിലും ഇവൻ ഇതിനടുക്ക് ഫോൺ എടുക്കുക. ഓത്തെടുക്കുമ്പം ഫോൺ എടുക്കുന്നവനെ ഞാൻ കണ്ടു പാസ്റ്ററെ. ഓത്തെടുക്കുമ്പം ഫോൺ എടുത്തവനെ ഞാൻ കണ്ടു. എനിക്കങ്ങ് സങ്കടം. ഇവൻ്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണിനെ പറഞ്ഞു വിടും? ഏറ്റവും അവസാനം അവിടുന്ന് പെണ്ണിനെ വീട്ടിൽ നിന്ന് ആ ഓടിച്ചേർത്ത് തന്നെ പ്രാർത്ഥിച്ച് അയക്കുമ്പോൾ പോലും ഇവൻ ഫോൺ എടുത്തു. അവൻ നോക്കുക, ഇവന് വട്ടാണ്. ഇവൻ്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് പൊറുക്കും? ഇവൻ്റെ കൂടെ എങ്ങനെ ഒരു പെണ്ണ് ജീവിക്കും? ഇവൻ എങ്ങനെ ഒരു കുടുംബം പോറ്റും? നോക്കൂ എന്താ പറ്റുക. എല്ലാ മക്കളും എടുക്കണം. എന്ത് ഫാസ്റ്റിങ്? ഡിജിറ്റൽ ഫാസ്റ്റിങ്. അതിന് വലിയ ക്യാമ്പയിൻ നടത്തണം. സഭയുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഉപവാസിക്കുകയാണോ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുക്കുക. യോഗത്തിന് കയറുമ്പോൾ ഓഫ് ചെയ്യുക. ഒരു 3 മണിക്കൂർ അങ്ങോട്ട് പോകട്ടെ. അങ്ങോട്ട് ആ യോഗം 4 മണിക്കൂർ 5 മണിക്കൂർ നീങ്ങട്ടെ. വെള്ളം കുടിക്കാതെ 3 ദിവസം ഉപവസിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഭക്ഷണം പിടിഞ്ഞ് 21-40 ഇരുന്ന നമുക്ക് പാടാണോ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുക്കാൻ? ഒന്നുമല്ല. ഒക്കെങ്കിൽ എമർജൻസി ആണെങ്കിൽ 1/2 മണിക്കൂർ 1 മണിക്കൂർ എപ്പോഴെങ്കിലും ഒരു ദിവസം നോക്കട്ടെ. ബാക്കി സമയം ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എടുക്കുക. ആമേൻ പറയാമെങ്കിൽ എല്ലാവരും ആമേൻ പറഞ്ഞേ. ഉറക്കെ ആമേൻ പറഞ്ഞേ. ഉറക്കെ ആമേൻ പറഞ്ഞേ. ആമേനാണോ? ആമേനാണോ? അമ്മമാരെല്ലാം 1000 ആമേൻ പറഞ്ഞു. എന്തിനു വേണ്ടിയാണെന്നറിയാം? പിള്ളേർ കേൾക്കാൻ വേണ്ടിയാണ്. കാരണം അവരുടെ പലരുടെയും സങ്കടം പിള്ളേരെല്ലാം ഡിജിറ്റലിലാണെന്നുള്ളതാണ്. ഡിജിറ്റൽ വേൾഡില്ല. എന്താ കാര്യം ചോദിച്ചാൽ, ഇന്ന് നമുക്ക് ടീനേജ് ഇല്ല. വി ഡോണ്ട് ഹാവ് ടീനേജേഴ്സ്. ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പോൾ നോക്കൂ, അവിടെ കാണുകയാണ്, നിങ്ങൾ ആരെ നോക്കണം? യേശു കർത്താവിനെ നോക്കണം. അപ്പം മനുഷ്യൻ ആഗ്രഹമുണ്ടെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാമ്പത്തികാത്ത ഒരു തിന്മയുടെ പ്രമാണം വ്യാപരിച്ചപ്പോൾ അവർ നിലവിളിച്ചു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്നെ രക്ഷിക്കണേ. ഉത്തരം ആരായിരുന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ജഡാവതാരം എടുത്തു. യേശു ക്രിസ്തു ജഡാവതാരം എടുത്തു. യേശു ക്രിസ്തു ജഡാവതാരം എടുത്ത് 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടി ഒരു കുഞ്ഞായിട്ട് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുതം യേശു കർത്താവിൻ്റെ എന്താണ്? ജഡാവതാരമാണ്. യേശു സ്വർഗത്തിലും സ്വർഗത്തിലും ഒതുങ്ങാത്ത ദൈവം ആരായിട്ട് മാറി? മനുഷ്യനായി മാറി. ദൈവവും സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അവിടുത്തെ പാദവും. ഈ കർത്താവ് ആരായി? ചെറുതായി. ഉണ്ണിയേശുവിനെ ഒന്ന് പോയി നോക്കണം. ഉണ്ണിയേശുവിനെ ഒന്ന് പോയി നോക്കിക്കേ. നമ്മൾ ഉണ്ണിയേശു എന്നൊക്കെ പറയത്തില്ലേ ക്രിസ്മസിൻ്റെ സമയത്ത്? ആ ഉണ്ണിയേശുവിനെ ഒന്ന് പോയി നോക്കിക്കേ. ആരായി കിടക്കുക? ആരായി കിടക്കുന്നേ? കാലിത്തൊഴുത്തി കയ്യും കാലും വിട്ടടിച്ച് ശീലകൾ പൊതിഞ്ഞവനായി കിടക്കുന്നത് ആരാ? ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ ശബ്ദം കൊണ്ടുണ്ടാക്കിയ ദൈവം താണ്ട് കിടക്കുന്നു. കുഞ്ഞായിട്ട് കിടക്കുക. കണ്ടോ? എന്തിനാ ദൈവം ചെറുതായത്? ദൈവം ചെറുതായത് നമ്മളെ വലുതാക്കാൻ വേണ്ടിയാണ്.
നമ്മളെ സ്വർഗം വരെ കൊണ്ടെത്തിക്കാൻ വേണ്ടി ദൈവം സ്വർഗം വിട്ട് എവിടെ വന്നു? അവൻ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. ഫിലിപ്പിയ ലേഖനം പറയുന്നു, ദൈവരൂപത്തിലിരിക്കുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസ്യരൂപം എടുത്ത് തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം ഏൽപ്പിച്ചു കൊടുത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ചെറുതായി. ചെറിയൊരു കാര്യമാണോ? അല്ല. യേശുക്രിസ്തു ആരായി? ചെറുതായി. എല്ലാവരും പറഞ്ഞേ, യേശുക്രിസ്തു ആരായി? ചെറുതായി. അത് ചെറിയൊരു കാര്യമാണോ? അല്ല. നമുക്ക് വേണ്ടി കർത്താവ് ചെറുതായി. ഈ ചെറുതായ കർത്താവ്. ഇന്ന് മനുഷ്യൻ്റെ പ്രശ്നം, മനുഷ്യരാരും ചെറുതാകാൻ ഇഷ്ടമില്ല. എല്ലാവർക്കും എന്താകണം? വലുതാകണം. കൊച്ചു വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്ത് വേണം? വലിയ വീട് വേണം. കൊച്ചു കാറുള്ളവർക്ക് വലിയ കാറ് വേണം. വലിയ കാറ് വേണം, വലിയ വീട് വേണം. എല്ലാം വലുതുകളുടെ ലോകത്തേക്ക് പോവുകയാണ്. പക്ഷെ വലുതുകളുടെ ലോകത്തേക്ക് പോകുന്നവരെ ഒരു കൗണ്ടർ കൾച്ചർ നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിൽ. ദൈവം ആരായി? ചെറുതായി. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. അതുകൊണ്ട് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. വല്ലാതെ ജീവിതത്തിൻ്റെ വലിപ്പം കൂട്ടുവാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ആരെ കൂടെ നോക്കണം? യേശുവിനെ. അതുകൊണ്ട് നല്ലൊരു വീട് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലൊരു കാറ് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതെല്ലാം അവനവൻ്റെ കൺവീനിയൻസാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്. ചെറുക്ക് 5-6 മക്കളുണ്ടെങ്കിൽ അവർക്ക് വലിയ മുറികൾ വേണം. ഒത്തിരി യാത്ര ചെയ്യുന്നവർ അവർക്ക് നല്ലൊരു കാറ് വേണം. പക്ഷേ ഇതെല്ലാം നീഡ് ബേസ് ആയിരിക്കണം. പക്ഷെ വലുതാകാൻ വേണ്ടി മാത്രം നോക്കരുത്. ദൈവം നമുക്ക് വേണ്ടി എന്തായി? ചെറുതായി. ഹല്ലേലൂയ പറയാമോ? ദൈവം നമുക്ക് വേണ്ടി ചെറുതായി. ചെറുതായ ക്രിസ്തു 12 വയസ്സ് വരെ മാതാപിതാക്കളോട് ഇങ്ങനെ നിൽക്കുമ്പോൾ, യേശുവിനെ നമ്മൾ പിന്നെ കാണുന്നത് എത്രാമത്തെ വയസ്സിലാണ്? 12ാമത്തെ വയസ്സിൽ. ഉറക്കെ പറഞ്ഞ്, എത്രാമത്തെ വയസ്സിൽ? 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് എവിടെ ഇരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. അപ്പം കർത്താവ് പറയുകയാണ്, വലിയ വലിയ കാര്യങ്ങൾ അവർ അത്ഭുതപ്പെടുകയാണ്. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലിരിക്കുന്നു. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. അതാണ് നമ്മുടെ തീം. ആരെ നോക്കണം? യേശുവിനെ. എവിടെ ഇരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ. പ്രായം 12. എന്തെടുക്കുക? ഉപദേശങ്ങളൊക്കെ പറയുകയാണ്. വലിയ വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട്, വേദപുസ്തകത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് 12 കാഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നോക്കണം. ആരെ? യേശുവിനെ. യേശുവിനെ. 12 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ടീനേജ് തുടങ്ങുകയാണ്. 12, 13, 14, 15 ടീനേജാണ്. ടീനേജ് തുടങ്ങുന്ന പ്രായത്തിൽ ഇന്ന് സത്യത്തിൽ ടീനേജ് ഇല്ല എന്നാണ് പറയുക. ടീനേജ് ഇല്ല. വി ഡോണ്ട് ഹാവ് ടീനേജേഴ്സ്. നമുക്കൊരൊറ്റ ഏജേഴ്സേ ഉള്ളൂ, സ്ക്രീനേജാണ്. വി ഡോണ്ട് ഹാവ് ടീനേജേഴ്സ്. ടീനേജ് എന്നൊക്കെ പറഞ്ഞ് കൗമാരമെല്ലാം നഷ്ടപ്പെടുകയാണ്. ഇന്ന് ഒറ്റ ഏജേ ഉള്ളൂ. എന്താ? സ്ക്രീനേജാണ്. എല്ലാ 12 കാര്യം എന്തിൻ്റെ മുമ്പിലായിരിക്കും? സ്ക്രീനിൻ്റെ മുമ്പിലാണ്. ഒന്ന് ഈ മൊബൈല്, അല്ലെങ്കിൽ ഫോണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ ഐപാഡ്, എന്തിൻ്റെയെങ്കിലും മുമ്പിലാണ്. ഇവരൊരിക്കലും നേരെ നോക്കില്ല. അതുകൊണ്ടാണ് ആരോ പറയുന്നുണ്ട്, അത് കൃത്യമായിരിക്കും, കുറച്ചും കൂടി ഏത് അവയവം ഉപയോഗിക്കാതിരിക്കുന്നു അതിൻ്റെ എന്ത് നഷ്ടപ്പെടും? ബലം നഷ്ടപ്പെടും. അങ്ങനെയാണ് ഈ പരിണാമമൊക്കെ ഉണ്ടാകുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെടലി ഇങ്ങനെ കുനിഞ്ഞ് കുറേ നാളിരിക്കുമ്പോൾ മലയാളിക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നൊരു അസുഖമുണ്ട്. ഒടിയൻ എന്ന് പറയുന്നൊരു അസുഖമാണ്. സകല മലയാളിയും കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും? പെടലി ഒടിഞ്ഞവരായിട്ടിരിക്കും. അവിടെ പെടലി നേരെ നിൽക്കത്തില്ല. ഈ കശേരികൾക്ക് പ്രശ്നമുണ്ടാകും, ഉറപ്പാണ്. അത് നിരന്തരമായിട്ട് കുനിഞ്ഞിരിക്കുമ്പോൾ അത് കുനിഞ്ഞുകൊണ്ടേയിരിക്കും. സ്ക്രീനേജാണ്. സ്ക്രീനേജ് തലമുറ കാണണം യേശുവിനെ. 12ാമത്തെ വയസ്സിൽ വചനമൊക്കെ വായിച്ച് ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുന്ന യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് ഉപദേശത്തിന് മറ്റ മനുഷ്യനാണ്. യേശു കർത്താവ് ജഡാവതാരം എടുത്തു, മനുഷ്യനാണ്. 100% മനുഷ്യൻ, 100% ദൈവം. ആ മനുഷ്യത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. മനുഷ്യത്വത്തിൽ യേശു കർത്താവ് എവിടെ ഇരിക്കുന്നു? ഉപദേഷ്ടാക്കന്മാരുടെ നടുവിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മക്കളായ മക്കളെ, 12 വയസ്സിൽ യേശു കർത്താവ് ഇങ്ങനെ ഇരിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ ഇന്നലെ കണ്ടപ്പം പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ബൈബിള് 2 വട്ടം വായിച്ചു തീർത്തു. 12 വയസ്സുള്ള കുഞ്ഞ്, 18 വയസ്സുള്ള കുഞ്ഞ് ഇരിക്കുകയാണ്. നോക്കണേ, കർത്താവിനെ നോക്കണം. കർത്താവിനെ നോക്കണം. നോക്കാനൊരിടമുണ്ട്. ആരെ? യേശുവിനെ. യേശുവിനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കണം. ആരെ നോക്കണം? യേശുവിനെ ശ്രദ്ധിച്ച് നോക്കുക. നമ്മുടെ അപ്പോസ്തലനും നാം ഏറ്റുപറയുന്ന സ്വീകരിക്കുന്ന മഹാപുരോഹിതനുമായ ആരെ നോക്കുക? യേശുവിനെ നോക്കുക. 12ാമത്തെ വയസ്സിൽ യേശു കർത്താവ് ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടോ? കണ്ടോ? യേശുവിനെ നോക്കുക. കുഞ്ഞുങ്ങളെ, യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ന്യായപ്രമാണം നോക്കിക്കൊണ്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യേശു. എത്രയോ സന്തോഷമായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും ബൈബിള് വായിക്കുന്നത് കാണാൻ. കുഞ്ഞുങ്ങളെ, യേശുവിനെ നോക്കുന്നവർ യേശുവിനെ കുറിച്ച് അറിയാനുള്ള ബൈബിള് വായിക്കും. ഞങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഇഷ്ടമുണ്ട്. എങ്ങനെ?
വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന, അത് തന്നെ ആരും കമ്പൽ ചെയ്യാതെ വായിക്കുന്ന ചില കുഞ്ഞുങ്ങളെ ഈ തലമുറയിൽ കാണാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം കര ഉയർത്തി പ്രാർത്ഥിച്ചേ. എല്ലാവരും പ്രാർത്ഥിച്ചേ, ഗൗരവമായിട്ട് പ്രാർത്ഥിച്ചേ. കർത്താവേ, വേദപുസ്തകം വായിക്കണം. അത് പാട്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, പാടണം. വർഷിപ്പ് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, വർഷിപ്പ് ചെയ്യണം. വേദപുസ്തകം വായിക്കണം. വേദപുസ്തകം വായിച്ചാലേ ഒഴുകിപ്പോകാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുന്ന 12കാരൻ, തോറാ വായിക്കുന്ന 12കാരൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ 12 കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കാണുന്ന എത്രാമത്തെ വയസ്സിലാണ്? 30-ാമത്തെ വയസ്സിലാണ്. 30-ാമത്തെ വയസ്സിൽ യേശു കർത്താവ് സ്നാനമേൽക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ 12-നും 30-നും ഇടയ്ക്കുള്ള പ്രായത്തിൽ എവിടെയായിരുന്നു? ഇന്ത്യക്കാരോ ഒരു ചിന്ത കൊണ്ടുവന്നു, യോഗ പഠിച്ചെന്നും ഇന്ത്യയെ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി യാതൊരു സത്യങ്ങളും ഇല്ലാത്ത വെറുതെയുള്ള ഹൈപ്പോത്തിസിസ് എന്നൊക്കെയുള്ളൂ. അതൊക്കെ അന്നേരം തന്നെ തള്ളിപ്പോകുന്ന കാര്യങ്ങളാണ്. യേശു കർത്താവ് എവിടെ ആയിരുന്നു? യേശു കർത്താവിനെ പറ്റി വിശ്വസിക്കപ്പെടുന്നത് താൻ അധ്വാനിക്കുകയായിരുന്നു. കാരണം അധ്വാനത്തിന് മഹത്വം പറഞ്ഞ ക്രിസ്തു ഇവൻ ആ തച്ചൻ്റെ മകനല്ലയോ? തൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി അത് കഴിഞ്ഞ് അധ്വാനിക്കുകയാണ്. അധ്വാനത്തിൻ്റെ മഹത്വം വീണ്ടെടുത്തത് ആരാ? യേശുവാണ്. വളരെ ഗംഭീരമായിട്ട് കാണണം. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഈ പുതുതലമുറയ്ക്കെന്നല്ല, ഇന്ന് കാലഘട്ടത്തിൽ വരുന്ന വലിയൊരു വ്യത്യാസമുണ്ട്. ജോലി ചെയ്യാൻ മടിയാ. ഇവിടെ ജോലി ചെയ്യാത്തവർ കാനഡയിൽ പോയി ജോലി ചെയ്യും, പക്ഷെ ഇവിടെ എന്ത് ചെയ്യത്തില്ല? ജോലി ചെയ്യത്തില്ല. UK പോയി ജോലി ചെയ്യും. ജോലി ചെയ്യണം. ജോലി ചെയ്യുന്നത് മോശമല്ല, ആണോ? അല്ല. അധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തിയത് ആരാ? യേശുവാണ്. അധ്വാനത്തിൻ്റെ മഹത്വം ഉയർത്തി. ബ്രെഡ് ഫോർ ലേബർ, മഹാത്മാഗാന്ധി പറഞ്ഞ ഏറ്റവും വലിയ ഗാന്ധിയൻ ഫിലോസഫിയുടെ ബേസിക് ആയിട്ടുള്ളൊരു തിയറിയാണ്. അധ്വാനിക്കാത്തവന് കഴിക്കാൻ അവകാശമില്ല. എവിടെ നിന്ന് കിട്ടിയതാ? വേദപുസ്തകമാണ്. പൗലോസും പറയുന്നുണ്ട്, കൈകൊണ്ട് എന്ത് ചെയ്യണം? വേല ചെയ്യണം. അതുകൊണ്ട് 12 വയസ്സ് കഴിഞ്ഞ യേശുവിനെ 30-ാമത്തെ വയസ്സിൽ കാണുമ്പോൾ യേശു കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. അതുകൊണ്ടാണ് യേശു കർത്താവിനെ അറിയുന്നത്. ഹി വാസ് എ മാർക്സ് ബിഫോർ കാറൽ മാർക്സ് വാസ് ബോൺ. കാറൽ മാർക്സ് ഉണ്ടാകുന്നതിന് മുമ്പ് അധ്വാനവർഗ തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ. മൈദിന റാലി നടക്കുന്നതിന് മുമ്പ്, അഖിൽ ലോക തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറയുന്നതിന് മുമ്പ് 2000 വർഷം മുമ്പുണ്ട് യേശു കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ. എന്തുകൊണ്ടാ? അധ്വാനത്തിൻ്റെ മഹത്വം വീണ്ടെടുത്തവർ യേശു. അധ്വാനത്തിൻ്റെ മഹത്വം വീണ്ടെടുക്കുക. ജോലി ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാ? യേശു കർത്താവ്. ഇന്ന് പലർക്കും ജോലി ചെയ്യാൻ ഇഷ്ടമില്ല. 12-17 വയസ്സിലൊക്കെ ചുമ്മാ അത് കറങ്ങുകയാണ്. ഒരു കാര്യമില്ലാതെ കറങ്ങി പെട്രോൾ അടിച്ച് തീർക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും പഠിക്കണം. ആരെ നോക്കി? യേശുവിനെ നോക്കി. എന്തിനേറെ പറയുന്നു? എന്നോടൊരു ദൈവദാസൻ പറഞ്ഞു, 2-3 കാര്യങ്ങൾ എവിടെ പോയാലും പറയണം പാസ്റ്ററെ. എഴുന്നേറ്റ് പോകുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് മടക്കിയിട്ടിട്ട് പോകണം. എഴുന്നേറ്റ് പോകുമ്പോൾ ആ ബെഡ്ഷീറ്റ് ഒന്ന് എന്ത് ചെയ്യണം? മടക്കിയിടണം. ഒരു മുറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയായിരുന്നു, എടാ മക്കളെ, എപ്പോഴും പുറകിൽ കൈ വേണം. പുറകിൽ കൈ വേണം. എന്തിനാ? പുറകിൽ കൈ വേണം. എല്ലാവരും ഒന്ന് പറഞ്ഞ്, എവിടെ കൈ വേണം? പുറകിൽ കൈ വേണം. എന്തിനാ? ഞാൻ സാരോപദേശം പറയാൻ നിൽക്കുകയല്ല, അങ്ങനെ കാണുകയും ചെയ്യരുത്. പുറകിൽ കൈ വേണമെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറങ്ങി പോകുമ്പോൾ എന്തോ ഓഫ് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോകണം. ഒരു ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്യണം. ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്തോ ഓഫ് ചെയ്യണം? സ്വിച്ച് ഓഫ് ചെയ്യണം. സ്വിച്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു കഥ? ഒരു മനുഷ്യൻ ഇൻ്റർവ്യൂവിന് പോകാൻ ഇരിക്കുകയാണ്. ഇപ്പോൾ വലിയ ഒരാളുണ്ട്, അതിൻ്റെ മുമ്പിൽ ഇവരിരിക്കുക, അത്രയൊന്നുമില്ല. അവരെല്ലാം പോയിട്ട് ഇറങ്ങി വന്നു. അവിടുന്ന് ഓരോരുത്തരായിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യനെ മാത്രം അത് സെലക്ട് ചെയ്ത് ഇവർ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇറങ്ങിപ്പോവാണ് ആ ലോഞ്ചിൽ ഇരുന്നിട്ട്. എല്ലാവരും ഇറങ്ങിപ്പോയപ്പോൾ ഒറ്റ ആൾ മാത്രം ഇറങ്ങിപ്പോയപ്പോൾ ലോഞ്ചിലെ ഫാനെല്ലാം ഓഫ് ചെയ്തിട്ട് പോയി. അവനെ അവർ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞ് ജോലിക്ക് എടുത്തോളാം. എന്നാ കാര്യം ചോദിച്ചപ്പോൾ ഇൻ്റർവ്യൂവിലൊന്നും സക്സസ് ആയില്ലെങ്കിലും അവരകത്തും നോക്കിയപ്പോൾ കമ്പനിക്ക് നഷ്ടം വരുത്തത്തില്ല. കമ്പനിക്ക് നഷ്ടം ചെറിയൊരു കാര്യമാണ്. ഒരു സ്വിച്ച് ഓഫ് ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്യാൻ പോലും മടിക്കുന്നവരെ ഓർക്കണം. ആരെ നോക്കണം? യേശുവിനെ. അപ്പച്ചൻ എപ്പോഴും പറയുന്ന ഒരു കഥ, ഒരു തമാശ ഉണ്ടായിരുന്നു. പ്ലാവലയിലാണ് അന്ന് കഞ്ഞി കുടിക്കുക. നല്ല രസമാണ്. കഞ്ഞി കുടിച്ചിട്ട് സ്പൂണിലല്ല, പ്ലാവല കുത്തി എന്തോ ചെയ്യും? കഞ്ഞി കുടിക്കും. പ്ലാവല കുത്തി കഞ്ഞി കുടിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മയുള്ളവരുണ്ടോ ഒന്ന് കൈവെക്കാവും? ഇല്ലെങ്കിൽ ചുമ്മാ അതിനും കുത്തി കുടിക്കണം. പ്ലാവല കഴുകിയിട്ട് അതിങ്ങനെ കുത്തി ഒരു ഇറുക്കിൽ കുത്തിയിട്ട് കഞ്ഞി കുടിക്കണം. നല്ല രസമാണ്. ചൂട് കഞ്ഞി പ്ലാവലയ്ക്കകത്ത് കുത്തി കുടിക്കണം. അപ്പം തൊമ്മനോട് അമ്മ പറയാണ്, പ്ലാവല എടുത്തൊമ്മ കഞ്ഞി കുടിക്കാൻ വരാൻ. പ്ലാവല എടുത്തോണ്ട്. അപ്പം തൊമ്മൻ പറഞ്ഞു, അത് സൊള്ളാതെ എൻ്റെ അമ്മ,
കഞ്ഞി കുടിത്ത അമ്മ അത് സൊല്ല എൻ്റെ അമ്മ, പ്ലാവിലേട് അതെന്ത് ചെയ്യരുത്, ചൊല്ലണ്ട. പക്ഷെ കഞ്ഞി കുടിക്ക് അതെന്ത് ചെയ്യാം, ചൊല്ലാം. അപ്പം അധ്വാനത്തിൻ്റെ മഹത്വം വീണ്ടെടുത്ത, ജോലി ചെയ്യുന്നത് തെറ്റല്ലെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവുണ്ട്, അത് ക്രിസ്തുവാണ്. നോക്കണം, ശ്രദ്ധിച്ച് നോക്കണം. അധ്വാനത്തിൻ്റെ മഹത്വം. പറയപ്പെട്ട മക്കളെ, ഏത് ജോലിയും തെറ്റല്ല, ഏത് ജോലിയും തെറ്റല്ല. ഏതൊരു ഹോളിൽ ചെന്നാലും ഒക്കുമെങ്കിൽ ശനിയാഴ്ചകളിൽ പോയി അവിടുത്തെ വാഷ്റൂം കഴുകണം, റെസ്റ്റ് റൂംസ് കഴുകണം. റെസ്റ്റ് റൂം കഴുകുന്നത് അവിടുത്തെ ഏറ്റവും പാവം പിടിച്ചവൻ്റെ ജോലിയല്ല. ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്, ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും എല്ലാം വന്നിട്ട് റെസ്റ്റ് റൂം കഴുകുന്നു. എനിക്കറിയാവുന്നൊരു കെമിക്കൽ എഞ്ചിനീയർ ഒരിടത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇന്നത് പൂർണ്ണസമയ സുവിശേഷകര്. അദ്ദേഹം ഇപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഏത് ക്യാമ്പിൽ പോയാലും ഏത് സഭയിൽ പോയാലും അവിടുത്തെ വാഷ്റൂം കയറി നോക്കിയിട്ട് പുള്ളി അതങ്ങ് കഴുകി വൃത്തിയാക്കും. അപ്പോൾ അദ്ദേഹം പറയും, ഗ്ലൗസൊക്കെ ഇട്ട് പുള്ളി അത് കഴുകി വൃത്തിയാക്കുമ്പോൾ ആൾക്കാർ പറയും, ഇവൻ കഴുകിയാൽ അവനാ കഴുകിയെന്നറിയാം. അത്ര വൃത്തിയായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെയൊക്കെ ഉയർത്തി മാനിച്ചു. മറക്കരുത്, അധ്വാനത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കി തന്ന ഒരു ഗുരുവുണ്ട്, യേശു. ആരെ നോക്കണം? യേശുവിനെ. ജോലി ചെയ്യാൻ മടിയുള്ളവരെല്ലാം ആരെ നോക്കുക? യേശുവിനെ നോക്കുക. മക്കളെ, അമ്മയൊന്ന് സഹായിക്കാൻ എന്തൊരു സന്തോഷമുള്ളൊരു കാര്യം, അമ്മയെ സഹായിക്കുക. കൊച്ചു മക്കളൊക്കെ അമ്മയ്ക്കത് നിങ്ങൾക്ക് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? അവർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും കൊച്ചു പിള്ളേരിങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ചൂലെടുക്കുന്നത് കാണുമ്പോൾ പെങ്കുഞ്ഞൊരു വലിയ ചൂലും എടുത്തുകൊണ്ട് വരുമ്പോൾ കൊച്ചിപ്പം ചെയ്യണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു സന്തോഷമാണ്. കൊച്ചാരെ സഹായിക്കുക? അമ്മയെ സഹായിക്കുക. കൊച്ചു വന്നിട്ടൊരു പിച്ചാത്തി എടുത്തുകൊണ്ട് ഇങ്ങനെ കറികരിക്കാൻ തുടങ്ങുമ്പോൾ കൈ മുറിക്കുന്നത് കൊണ്ട് നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ട്. കൊച്ചൻ എന്ത് ചെയ്യല്ലോ ചെയ്തല്ലോ. ആ കുഞ്ഞുങ്ങളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അമ്മയ്ക്ക് ചെയ്തു കൊടുത്താൽ, അമ്മയുടെ കൂടെ നിന്നാലോ, ഒന്ന് പാത്രം എടുത്തു വെച്ചാൽ, ആ കഴിച്ച പാത്രം തിരിച്ചൊന്ന് കൊണ്ടുവച്ചാൽ അതൊന്ന് കഴുകി എന്തോ പറ്റുന്നേ പറയുന്നേ. അധ്വാനത്തിൻ്റെ മഹത്വം, ജോലിയുടെ മഹത്വം വീണ്ടെടുത്ത് തന്ന ഒരു ഗുരു ആരാ? യേശു. ഒന്ന് സ്തോത്രം ചെയ്തേ. യേശു. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നത് മോശമാണോ? അല്ല. കഴിച്ച പ്ലേറ്റ് കഴുകി വെക്കുന്നത് മോശമല്ല. അതൊന്നും ഒരു മോശമല്ല. ഇതെല്ലാം ശരിയാണെന്ന് പഠിപ്പിച്ച ഒരു ഗുരുവുണ്ട്. ജോലിയുടെ മഹത്വം അതാരാണ്? യേശുവാണ്. സ്തോത്രം ചെയ്തേ, സ്തോത്രം ചെയ്തേ. ജോലി ചെയ്യണം, നല്ലപോലെ കഷ്ടപ്പെടണം. കഷ്ടപ്പെടുന്നത് തെറ്റല്ല. അതിന് ഒരാളെ നോക്കിയാൽ മതി. മടിയന്മാരേ, ആരെ നോക്കുക? യേശു. കുറെ കൂടെ ഉറക്കം, കുറെ കൂടെ കൈകെട്ടി കിടക്കുക, ഉറങ്ങി 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 ജീവിതം തീർക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അപ്പോൾ യേശുവിനെ നോക്കുക. 3, യേശുവിനെ നോക്കിയാൽ എന്തെല്ലാം കാണാം? അയ്യോ, യേശുവിനെ നോക്കിയാൽ എല്ലാം കാണാം. യേശുവിനെ മാത്രം നോക്കിയാൽ മതി. ഒരു മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ പുറകെ പോകണ്ട. ഒരു മോട്ടിവേഷൻ സ്പീച്ച് കേട്ടില്ലെങ്കിലും ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഇന്ന് എവിടെയൊക്കെയോ ബന്ധങ്ങളൊക്കെ അകലുകയാണ്. അപ്പനും മക്കളും തമ്മിലുള്ള, അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അകലുന്നു. ഇവിടെ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഒരു കുഞ്ഞൊരിടത്തുണ്ടായിരുന്നു. ആ കുഞ്ഞ് ഒറ്റ മോനെ ഉള്ളായിരുന്നു. ഒറ്റ മോന്. ഒരു മോനും മാത്രമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിക്കേ. ഞാനൊരു മോനെ ഉള്ളായിരുന്നു, എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു. എന്നാലും ഒറ്റ മോൻ മാത്രമുള്ളവരുന്ന് കൈപൊക്കിക്കേ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു മോൻ മാത്രമുള്ളൊരു മോനൊരിടത്തുണ്ടായിരുന്നു. ആ മോന് കുറേ നാളത്തേക്കും ദൂരത്തേക്ക് പോകേണ്ട വന്നു. പക്ഷേ ഈ മോനൊരു കാര്യം ചെയ്യായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും രാത്രിയിൽ അങ്ങ് വീട്ടിൽ പോകും. എന്നിട്ട് 2 പേരും കൂടി ഇരുന്ന് മണിക്കൂറുകൾ വർത്താനം പറയും. ആരെ? അപ്പനും മോനും കൂടെ. ആ മോൻ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ആ മോൻ ഏകജാതനായ യേശു എന്ന മോനാണ്. എന്ന് സന്ധ്യയാകുമ്പോൾ ഈ യേശുവിനെ കാണത്തില്ല. പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ പുരുഷാരത്തിൻ്റെ ഇടയിൽ നിന്ന് സ്കൂട്ടാകും. ആര്? യേശു. യേശുവിനെ സ്കൂട്ടായി പോയി. യേശു എങ്ങോട്ട് പോയി? യേശു മലയുടെ മുകളിൽ പോയി. ആരോട് സംസാരിക്കാൻ? പിതാവിനോട് സംസാരിക്കാൻ. രാത്രി മുഴുവൻ ഇവരിന്ന് വർത്താനം പറയുക. രാത്രി മുഴുവൻ യേശുവും പിതാവും കൂടി ഇരുന്ന് എന്ത് ചെയ്യുക? വർത്താനം പറയുക. ഇന്ന് പല മക്കളും വീട്ടിലോട്ട് വന്ന കാരണം അവിടെ ഇരിക്കും. എന്താ കൊണ്ടാ? ഒന്നുമില്ല. ഒറ്റ പോക്കാണ്. പിന്നെ അവൻ പോയി അവൻ്റെ മുറിക്കകത്തിരിക്കുക. കല്യാണം കഴിക്കാത്തവനാണെങ്കിൽ അവൻ്റെ ഫോണിനകത്തിരിക്കും. കല്യാണം കഴിച്ചവരാണെങ്കിൽ അവൻ്റെ ഭാര്യയുടെ കൂടി ഇരിക്കും. ഈ കാരണം ഇങ്ങനെ ഇരിക്കുക. രണ്ടും കൂടെ ഇറങ്ങി ഒരു പോക്കുണ്ട്. തിരിച്ചു പോകുമ്പോൾ പോവാന്ന് ഒറ്റ പോക്കാ. നല്ല വാക്ക് പോവാന്ന് പോലും പറയാതെ പോകുമ്പോൾ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മിണ്ടിയ എന്താ പറ്റും? അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ്. തിരുവായി മൊഴിയുന്നോന്ന് അറിയാൻ. തിരുവായി മൊഴിയുന്നോന്ന് അറിയാൻ. ഒരു കുഞ്ഞാണെങ്കിൽ മേളിൽ നിന്ന് ഇറങ്ങി വരത്തേയില്ല. അപ്പം ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ആ കുഞ്ഞ് ഈ അപ്സ്റ്റേറിൻ്റെ ആ നടുക്കത്ത് വന്നാം ഗ്രില്ല ഇങ്ങനെ വലിയ എന്തുകൊണ്ട് വിളിച്ചപ്പം കൊച്ചെന്ന് വിളിച്ചപ്പോൾ എന്നാന്ന് ചോദിച്ചോണ്ട് വന്ന് അവിടോട്ട് നിന്നപ്പോൾ അമ്മ പറയുകയാണ്, ഒന്നുമില്ല, ദർശനം കിട്ടാൻ വേണ്ടിയാണ്, ദർശനം കാണാൻ വേണ്ടിയാണ്. നമസ്കാരമുണ്ട്. കാരണം മുഖം കാണിക്കത്തില്ല, അവർ മേളിൽ ഇരിക്കുകയാണ്. അമ്മയ്ക്ക് താഴേന്ന് മേളിലോട്ട് കയറാൻ വയ്യ. ഒത്തിരി വിളിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ വന്ന എല്ലാ മക്കളും ആരെ നോക്കണം? യേശു കർത്താവിനെ നോക്കണം. രാത്രി മുഴുവൻ യേശുവും ആരും കൂടെ വർത്താനം പറയുക.
അപ്പനോട് വർത്താനം പറയും. അപ്പനോട്, സ്വന്തം അപ്പനോട് സത്യം പറഞ്ഞ ഈ പല മക്കളും കൂട്ടുകാരുടെ വർത്താനം പറയും. അവർക്കവരുടെ കാമുകന്മാരോട് മണിക്കൂറുകൾ സല്ലപിക്കും. പക്ഷെ സ്വന്തം അപ്പനോട് കുറേ നേരം വർത്താനം പറയാൻ വേറെ ആരാ ഉള്ളേ? അപ്പനോട് പോയിരുന്ന് വർത്താനം പറയാൻ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു മോനുണ്ട്. ആര്? അതുകൊണ്ട് എല്ലാ മക്കളും ഈ മോനെ നോക്കണം. ആര്? യേശുവിനെ നോക്കിയാ കുറേ. അപ്പം നിങ്ങൾ ചോദിക്കുക എന്തോന്നാ വർത്താനം പറയാൻ അങ്ങോട്ട് ഇരുന്നാൽ ചക്കക്കുരു പോലെ അപ്പൻ ഒത്തിരി കാര്യം പറയും. പിന്നെ നാളെ എന്ത് ചെയ്യണമെന്ന് പറയും. ഒന്നും വേണ്ട മക്കളെ, വസ്തുവിൻ്റെ കരമടച്ചത് എവിടെ ഇരിക്കുന്നു പറയും. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. അപ്പം ചത്തിട്ടൊന്നും തപ്പിയാൽ കിട്ടത്തുമില്ല. പലതും അവിടെയൊക്കെ കാണും. നമുക്ക് എത്ര രൂപ കിട്ടാനുണ്ടെന്നും കൊടുക്കാനുണ്ടെന്നും നമ്മുടെ ചരിത്രങ്ങളും നമ്മൾ വന്ന വഴികളും ഒക്കെ അറിയാൻ ഒറ്റ ആളുടെ അടുത്ത് പോയിരിക്കണം. ആരുടെ? അപ്പൻ്റെ അടുക്ക പോയിരിക്കണം. അപ്പൻ്റെ അടുക്ക പോയിരിക്കാൻ പഠിപ്പിച്ച ഒരു കുഞ്ഞുണ്ട്. ആര്? യേശു. എല്ലാവരും നോക്കണം. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ചുമ്മാ നോക്കിക്കേ കർത്താവിനെ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ. അപ്പൊ നോക്കൂ, യേശു കർത്താവ് രാത്രി മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുണരുകയാണ്. ആരെ നോക്കുന്നു? അപ്പനെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മക്കളോടും പറയട്ടെ, കാരണവന്മാരുടെ അടുക്ക പോയിരുന്ന് വർത്താനം പറയണം. കാരണവന്മാരോട് സംസാരിക്കണം. ഇട്ടേച്ച് മിണ്ടാതെ പോകരുത്. വർത്താനം പറയണം. ആ കാരണവൻ്റെ ആ വാതൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. കയറി പോകുമ്പോൾ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് പോയാൽ എന്തോ പറ്റും? തിരിച്ചു വരുമ്പോൾ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ എന്തോ പറ്റും? അതവരാഗ്രഹിക്കുന്നില്ലേ? ഉണ്ട്. നിങ്ങൾ എത്ര വലുതായാലും, നിങ്ങൾ എത്ര ഉന്നതനായാലും, നിങ്ങൾ എത്ര വലിയ നാട്ടുപ്രമാണിയായാലും, ഉന്നത ഉദ്യോഗസ്ഥനായാലും അവരത് ആഗ്രഹിക്കുന്നുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ച ഒരാളുണ്ട്, യേശു കർത്താവ്. എനിക്ക് എൻ്റെ അപ്പനോട് കുറച്ചുകൂടെ കൃത്യമായിട്ട് വർത്താനം പറയാൻ യേശുവിനെ കാണും. അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. അപ്പന്മാർ ജീവിച്ചിരിക്കുന്നവർ, അപ്പൻ, അത് നിങ്ങൾ ഏത് പ്രായത്തിലാകട്ടെ, സ്വന്തം അപ്പൻ ജീവിച്ചിരിക്കുന്നവരൊന്ന് കൈപൊക്കിക്കേ. കർത്താവ്, എനിക്ക് എൻ്റെ അപ്പനോട് കുറേ നേരം വർത്താനം പറയണം എന്നാഗ്രഹിക്കുക. ഒന്ന് ഓർത്ത് നോക്കിയേ. യേശു കർത്താവ് എന്നും രാത്രി പോയി ആരെടുക്കുക ഇരിക്കുക? അപ്പനെടുക്കുക. നോക്കണം. ആരെ? യേശുവിനെ. ഇനി നോക്കൂ, യേശു അമ്മയെടുത്ത്. നമ്മൾ ചിലപ്പം സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്തെന്നൊക്കെ ചോദിച്ചു. അതൊന്നും ആർത്ഥത്തിലൊന്നും അല്ല. അതൊക്കെയാണ് നമ്മൾ ഗൗരവമായിട്ട് പറയുന്നത്. നമ്മൾ മറിയത്തോട് ഒരനാദരവും എനിക്കില്ല. ഞാൻ ലോകത്തില് വേദപുസ്തകത്തിലെ വനിതാരത്നങ്ങൾ ഏറെ ബഹുമാനിക്കുന്നത് മറിയത്തെയാണ്. നമുക്കൊറ്റ പ്രശ്നമേ ഉള്ളൂ, മറിയത്തെ എന്ത് ചെയ്യത്തില്ല? ആരാധിക്കത്തില്ല. അതിൻ്റെ അർത്ഥം എന്ത് ചെയ്യത്തില്ല എന്നല്ല, ആദരിക്കത്തില്ല. ആദരിക്കണം. ആദരിക്കപ്പെടേണ്ട മഹനീയ വ്യക്തിത്വമാണ് മറിയം. മറിയത്തിൻ്റെ ക്വാളിറ്റികൾ ചെറിയ ക്വാളിറ്റികളല്ല, വലിയ ക്വാളിറ്റിയാണ്. എല്ലാം പതിവ് പോലെ ആരാധനയ്ക്ക് പോകുന്ന, സഹനങ്ങളിൽ പരാതികൾ പറയാത്ത വലിയ ഒരു മഹാത്മൻ. ഇതാ ഞാൻ കർത്താവിൻ്റെ അങ്ങയുടെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെന്ന് പറഞ്ഞ ദൈവകുമാരനെ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകുവാൻ തൻ്റെ ഉദരത്തെ വിട്ടുകൊടുത്ത ഏറ്റവും വലിയ മഹനീയ വ്യക്തിത്വമാണ് ആര്? മറിയം. ഈ മറിയം ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായെങ്കിലും ഗർഭം അത് ചെറിയൊരു കാര്യമല്ല. ഗർഭം ഒരു ചെറിയ കാര്യമല്ല. ഗർഭത്തിലെ ഏറ്റവും കൂടുതൽ വേദനകൾ ഉണ്ടെങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു നൊമ്പരമാണ് എന്ത്? ഗർഭകാലാവസ്ഥ, അല്ലേ? അതിന് സുഖമുണ്ട്, വിഷമമുണ്ട്. നമുക്കൊന്നുമില്ല. ഞാൻ പലരോടും പറയാറുണ്ട്, ഒരു നല്ല വയറ് നിറഞ്ഞ ഗ്യാസ് വന്ന് കയറിയാൽ എന്തോ ഒരു വിമിഷ്ടമാണ്. നമ്മളൊരു 10 സോഡാരങ്ങ കുടിക്കും, അതിനനുസരിച്ച് ഇത് കൂടുകയും ചെയ്യും. അപ്പോഴും എന്നാലും ഒന്ന് ഗ്യാസ് നിറഞ്ഞാൽ എന്തൊരു പാടാ. പക്ഷെ 9 മാസം നിറവേറുമായിട്ട് ആരെ കൊണ്ട് നടക്കുക? ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുക. അമ്മയ്ക്ക് അതിനകത്ത് ഇൻകൺവീനിയൻസ് ഉണ്ടെങ്കിലും അമ്മയ്ക്ക് അതിനകത്ത് എന്തോ ഉണ്ട്? സന്തോഷമുണ്ട്. എന്താ കാര്യം? ഒരു കുഞ്ഞാണ്. ആ അമ്മ ആ കുഞ്ഞിനെ കൊണ്ട് നടന്നു, പൊന്നെ പൊടിയെന്ന് കൊണ്ട് നടക്കുകയാണ്. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അംഗീകാരമില്ല. നമ്മളൊക്കെ ഇന്ന് എന്താണ് പയറ് കാണാൻ പോകുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. മറിയത്തിന് അതൊന്നും കിട്ടത്തില്ല. കാരണം ഇത് ഒഫീഷ്യൽ അല്ല. ആണോ? അല്ല. അതെല്ലാം സഹിച്ചു. ആർക്ക് വേണ്ടി? കുഞ്ഞിന് വേണ്ടി. അങ്ങനെ കുഞ്ഞിന് ജന്മം കൊടുത്തത് ഏറ്റവും പരിതാപകരമായ അവസ്ഥയിൽ ജന്മം കൊടുത്ത അമ്മ കുഞ്ഞിനെ വളർത്തി. 33 വയസ്സിൽ ഒരു കുഞ്ഞൻ വേദനപ്പെടുകയാണ്. ഈ കുഞ്ഞ് വേദനപ്പെടുമ്പോൾ അമ്മ കുരിശിന്റെ ചുവട്ടിൽ കിടപ്പുണ്ട്. തീവ്ര മരണത്തിന്റെ വേദനയിൽ ഈ കുഞ്ഞ് താപ്പോട്ട് നോക്കിയിട്ട് അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, അമ്മ യോഹന്നാനെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ നോക്കിക്കോണം. അതതിൻ്റെ അർത്ഥം. ഇതാ നിന്റെ അമ്മ. അർത്ഥം യോഹന്നാനെ ആരെ ഏൽപ്പിച്ചു? ആരെ? അമ്മയെ ഏൽപ്പിച്ചു. ആ തീവ്ര വേദനയിലും അമ്മയോടുള്ള കടപ്പാട് മറക്കാത്ത ഒരു കുഞ്ഞിനെ കണ്ടോ? അതാണ് ആര്?
യേശു അമ്മയോടുള്ള കടപ്പാട് മറക്കാത്ത ചെറിയൊരു കാര്യമല്ല. അമ്മ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അമ്മ നോക്കിയിരിക്കുക, അമ്മയോടുള്ള കടപ്പാട്. കുറേ നാൾക്ക് മുമ്പ് അമ്മ എന്ന ഒരു നിഗൂഢമാണ്. അമ്മ എന്ന് പറയുന്നത് ഒരു നിഗൂഢമായ മർമ്മമാണ്. മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയാത്ത നിഗൂഢതകൾ ഒരു മാതൃത്വത്തിനുണ്ട്. മാതൃത്വത്തിന്റെ നിഗൂഢതകൾ ചെറുതല്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് റാന്നി താമസമാക്കിയ ഒരു സഹോദരന്റെ അമ്മ മരിച്ചു എന്നൊരു വാർത്ത. അമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഒറ്റ മോനായിരുന്നു. അദ്ദേഹം വളരെ പാനിക്കായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒറ്റയ്ക്ക് പോകരുത് സഹോദരൻ, ഞാനും കൂടെ വരാം. ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോയി, അങ്ങ് നാർക്കോവിനപ്പുറത്ത് കണ്ട്. അങ്ങനെ പോകുമ്പോൾ രാത്രി ഏറെയായി. പോകുന്ന വഴിക്കെല്ലാം കോള് വരുന്നുണ്ട്, നീ എവിടെയായി? കാരണം അമ്മ മരിച്ചു എന്നുള്ള വാർത്ത കിട്ടിക്കൊണ്ടാ പോവുക. പക്ഷെ അത്ഭുതം, ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ആ വീടിന്റെ മുമ്പിൽ പടുത കെട്ടിയിട്ടുണ്ട്, ട്യൂബ്ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ആൾക്കാർ നിപ്പുണ്ട്. നാട്ടുകാരെ ഒന്ന് പറയുന്നു, പെട്ടെന്ന് ചെയ്യണ, നിന്നെ നോക്കി കിടക്കുക. അമ്മ പോയി. അതും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചെന്നത്, നോക്കി കിടക്കുക. ചെന്നപ്പം അമ്മ ഒരു വെള്ളയൊക്കെ വിരിച്ച് കിടപ്പുണ്ട്. ചുറ്റും സഹോദരിമാരിരുന്ന് വേദോസം വായിക്കുകയും പാട്ട് പാടുകയും ചെയ്യുന്നു. മരണത്തിന് സംഭവിക്കുന്ന സകല കാര്യങ്ങൾ നടന്നിരിക്കും. പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ ആ അമ്മയുടെ തൊണ്ടക്കുഴിയിൽ ഒരു അനക്കം കാണാം. അമ്മ മരിച്ചിട്ടില്ല. ഈ മോൻ അടുത്തിരുന്നു. അമ്മ 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 എന്ന് വിളിച്ചു. അമ്മ 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 എന്ന് വിളിച്ചു. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒട്ടും എക്സാറേഷൻ ഇല്ലാതെ പറയട്ടെ, അമ്മ ഇങ്ങനെ പിടിച്ചിട്ട് അമ്മയുടെ ചെവിയിലോട്ട് ഈ മോൻ പറഞ്ഞു, അമ്മ അപ്പനെ ഞാൻ നോക്കിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം, അപ്പനെ ഞാൻ കൊണ്ടുപോയിക്കോളാം, പൊന്നുപോലെ നോക്കിക്കോളാം. പ്രിയരെ, ഇത് പറഞ്ഞപ്പോൾ ഈ അമ്മ കണ്ണു തുറന്ന് ഈ മോനെ നോക്കി, ഒന്ന് ചിരിച്ചു. അമ്മ മരിച്ചു. ഈ അമ്മ ആരെ ഏൽപ്പിക്കാതിരിക്കുക? അപ്പനെ ഈ മോനെ ഏൽപ്പിച്ചിട്ട് പോകാൻ നിൽക്കുക. തീവ്രവേദനയിലും മരിക്കാതെ മോനെ കാത്തു കിടക്കുന്ന അമ്മ. എന്തൊരു നിഗൂഢമായ മിസ്റ്ററിയാണ് ഇത്. ഇതുപോലൊരു മിസ്റ്ററിയാണ് ക്രൂശിൽ നടന്നത്. സ്വന്തം അമ്മയെ, ശിഷ്യനെ ഒന്ന് ഏൽപ്പിക്കണം. യോഹന്നാനെ, അമ്മയെ നോക്കിയോണേ എന്ന് പറഞ്ഞിട്ട് താൻ പറഞ്ഞൊരു വാക്കുണ്ട്, ടെറ്റലസ്റ്റായി. സകലതും എന്തായി? നിവർത്തിയായി. അർത്ഥം, പാപപരിഹാരയാകം അവിടെ നിവർത്തിയായി. 1. 2, സ്വന്തം അമ്മയോടുള്ള കടപ്പാട് തീർന്നു. ഈ ഭൂമിയിൽ നിന്ന് സമാധാനത്തോടെ പോകണമെങ്കിലുണ്ടല്ലോ, വിടവാങ്ങണമെങ്കിൽ അപ്പന്റെ അമ്മയോടുള്ള കടപ്പാടുകൾ തീർത്തവൻ പറയും സമാധാനത്തോടെ പോകാമെന്ന് പറയും. കടപ്പാടുകൾ തീർക്കാത്തവന്, ഞാനൊരു രാത്രിയിൽ ഒരിടത്ത് ചെന്നു. ഇതൊക്കെ എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ഇന്ന് വരെ സിഗരറ്റ് വലിക്കാത്ത ഒരു സഹോദരൻ, അദ്ദേഹം ഒരു നല്ല ഉദ്യോഗസ്ഥനാണ്. രാത്രിയിൽ പടപട സിഗരറ്റ് വലിച്ചു തള്ളുകയാണ്. അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തിയിൽ ഒരു അപരിചിതത്വം തോന്നിയ പ്രിയപ്പെട്ടവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് സംസാരിച്ചേക്കണേ. പടപടപടപടോന്ന് 1 by 1 ആയിട്ട് സിഗരറ്റ് വലിക്കുകയാണ്. പക്ഷെ പുള്ളി സ്മോക്കർ അല്ലായിരുന്നു. ആ രാത്രി അയാൾ സിഗരറ്റ് വലിച്ചു തള്ളുകയാണ്. ഞാൻ ചെന്നു, എന്താണ് കാര്യം? അദ്ദേഹം എന്നോട് പറഞ്ഞു, അമ്മ കിടക്കുകയായിരുന്നു. അമ്മ വയ്യാതെ കിടക്കുമ്പോൾ അമ്മ അങ്ങേ മുറിയിൽ, ഇവർ ഇങ്ങേ മുറിയിൽ വാ. പക്ഷെ ഈ അമ്മ വയ്യാതെ കിടക്കുമ്പോൾ തീവ്രവേദന ഒരു കാര്യം ചെയ്യും, കൂടെ വിളിക്കും, മോനെ മോനെ. ചെല്ലുമ്പോൾ ഒന്നുമില്ല, അമ്മയ്ക്ക് വയ്യ, മരണത്തിന് മുമ്പാണ് തളർന്നു പോയ അമ്മ. മോനെ മോനെ എന്ന് വിളിക്കുമ്പോൾ ഇയാൾ ദേഷ്യപ്പെടും. തള്ള, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അണ്ണാക്കെ തുണി മിണ്ടരുത്, ഇരിക്കെ കിടന്ന് ഉറങ്ങണ്ടേ? സത്യല്ലേ? അമ്മയ്ക്ക് എന്ത് ചെയ്യണം? അമ്മനും എന്ത് ചെയ്യണം? ഉറങ്ങണം. രാത്രിയിൽ ഈ പുള്ളി അമ്മ മരിച്ചിട്ട് അടക്കം കഴിഞ്ഞ് വന്നിട്ട് കിടക്കുക. പക്ഷെ ഒരു വിളി കേൾക്കുക, മോനെ മോനെ മോനെ. എങ്ങോട്ട് തിരിഞ്ഞാലും അയാളുടെ കർണങ്ങളിൽ ഈ വിളിയേ ഉള്ളൂ. ഏതാ? മോനെ. ഒരിക്കൽ പോലും പലപ്പോഴും നല്ലതുപോലെ പ്രതികരിക്കാനൊക്കാതെ എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട ആ മറുപടി തന്നെ ഇങ്ങനെ സിഗരറ്റ് ഉറക്കമില്ലാത്തവനാക്കി, മാനസിക നില തള്ളിപ്പോയവരെ. എന്നാൽ സ്വന്തം അമ്മയെ നോക്കേണ്ട പോലെ നോക്കിയിട്ട് വന്ന് കിടന്നോ, ഒരുത്തനും വാഴച്ചെമ്പി ഇന്നുകൊണ്ട് നിങ്ങളെ കൈയാട്ടി വിളിക്കത്തില്ല. ചിലരുണ്ട് അമ്മയെ അത്തിട്ട് വരുമ്പോൾ അവിടെ അമ്മ നിൽക്കുന്നു, ഇവിടെ രൂപം നിൽക്കുന്നു. ആരാന്നറിയാമോ? ശരിക്കും നോക്കിയിട്ട് പോയോ, അവർ തിരിച്ചു വരത്തേയില്ല. പ്ലാവിന്റെ ചവിട്ടി അവർ വന്ന് മാടി വിളിക്കത്തില്ല, മോനി. രാത്രി ജല്ലിക്കൂടെ വന്ന് തോണ്ടുകൊന്നും ചെയ്യത്തില്ല. അതെല്ലാം ചെയ്യുന്ന ആരാന്നറിയാമോ? ഈ സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നവരാ. അതുകൊണ്ട് ഒരു മോനെ നോക്കണം. ഏത് മോനെ? യേശുവിനെ നോക്കണം. നോക്കിക്കേ, എല്ലാവരും നോക്കിക്കേ. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഇന്ന് രാത്രി യേശുവിനെ നോക്കിയാൽ സ്വന്തം അപ്പനോട് വർത്താനം പറയും. യേശുവിനെ നോക്കിയാൽ അമ്മയെ നോക്കും. ഇനിയും യേശു കർത്താവിനെ നോക്കുന്നവൻ സ്വന്തം ഭാര്യയെ സ്നേഹിക്കും. എങ്ങനെയാ യേശു കർത്താവ് തന്റെ സഭയെ സ്നേഹിച്ചത്? അതുകൊണ്ടാണ് എഫെസി ലേഖനം പറയുന്നു, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ആര് സ്നേഹിച്ചതുപോലെ? ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തു സഭയെ സ്നേഹിച്ചത് എങ്ങനെ? ആദ്യം സ്നേഹിച്ചു. അവൻ നമ്മളെ സ്നേഹിച്ചതാണോ? നാം അവിടുത്തെ സ്നേഹിച്ചതാണോ? നാമോ പാപികളായിരിക്കുമ്പോൾ തന്നെ അവിടെ നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ചു. ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. യേശു സ്നേഹിച്ചത് അൺകണ്ടീഷണലായിട്ടാണ്. ഒന്നും കിട്ടുമെന്നില്ലാത്തപ്പം സ്നേഹിച്ചു.
കിട്ടുമെന്നുള്ളവരെ സ്നേഹിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഭാര്യയുടെ ശമ്പളം എല്ലാം കൈ കൊടുക്കുമ്പോൾ ശമ്പളം കൊടുക്കണം കേട്ടോ, മറകളില്ലാതെ ജീവിക്കണം. എന്നാൽ പോലും ഇതെല്ലാം വഴക്കുണ്ടാക്കുന്ന ഒറ്റ കാര്യമാണ്, കണ്ടീഷൻസ് ആണ്. ദൈവത്തെ ഓർത്ത് കെട്ടാൻ നേരത്ത് കണ്ടീഷൻ വെക്കരുത്. ഞാൻ ഈയിടയ്ക്ക് ആരണ്ടോടെല്ലാം പറഞ്ഞു, കെട്ടി വന്നാൽ അവളെ ഞാൻ കൊണ്ടുവെക്കോളാം, ഇവനെ കൊണ്ടുവെക്കോളാം എന്നും പറഞ്ഞുകൊണ്ട് കെട്ടരുത്. പോയില്ലെങ്കിൽ പിന്നെ അത് പറയും. കണ്ടീഷൻ പറഞ്ഞ് കെട്ടരുത്. കല്യാണം അൺകണ്ടീഷനിലാണ്. ആണോ? കല്യാണം അൺകണ്ടീഷനിലാണ്. ഒരു ഭർത്താവുണ്ട്, ആരെ സ്നേഹിച്ചത്? ഭാര്യയെ സ്നേഹിച്ചത്. എങ്ങനെയാ സ്നേഹിച്ചത്? ചേർത്ത് പിടിച്ചു. ഒന്നും കിട്ടാനില്ലാത്തപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാനില്ലാത്തപ്പോഴും ഭാര്യയെ സ്നേഹിച്ച, മണവാട്ടിയെ സ്നേഹിച്ച ഒരു മണവാളനുണ്ട്. ആര്? ക്രിസ്തു. ക്രിസ്തുവിനെ നോക്കിക്കേ. ഏത് ഭർത്താവും ഭാര്യയെ സ്നേഹിക്കും, ഏത് ഭാര്യയും ആ ക്രിസ്തുവിനെ കീഴടങ്ങും. അതുകൊണ്ട് നല്ല ഭർത്താവാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. നല്ല ഭർത്താവാകാൻ സ്വന്തം ഭാര്യയുടെ ദുഃഖങ്ങൾ, അവിടെ മനസ്സ് മുറിഞ്ഞാൽ, അവിടെ മുഖം വാടിയാൽ, അവിടെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ കഴിയുന്ന ഒരു ഭർത്താവുണ്ട്. അതാണ് അരുമനാഥനായ ക്രിസ്തു. അതുകൊണ്ടാണ് അവൻ പ്രേമകാന്തനായി മാറുന്നത്. ഈ രാത്രി പറയട്ടെ, നല്ലൊരു ഭർത്താവാകാൻ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. നല്ല ഭർത്താവാകാൻ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കണം. നല്ല മകനാകാൻ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. നല്ല അപ്പനാകാൻ ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്നു, ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു, ഒരു മൂത്ത മോനും ഇളയ മോനും. ഇളയ മോന് സ്വത്തെല്ലാം സ്വരൂപിച്ചിട്ട് അങ്ങ് ദൂരെ പോയിട്ട് എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ പന്നികളെ മേയിച്ചു, നാറ്റം വെച്ച അവസ്ഥ. അവനെ കണ്ട ഒന്നിനും കൊള്ളത്തില്ല. അവൻ താണ്ട് വൃത്തികെട്ടവനായിട്ട് വരികയാണ്. ഇപ്പൊ അപ്പനവനെ ദൂരെ കണ്ടിട്ട് ഓടി ചെന്നിട്ട് അവന്റെ എന്ത് ചെയ്തു? കഴുത്തിന് കെട്ടിപ്പിടിച്ചു. അൺകണ്ടീഷനിലാണ്. ഏത് തെറ്റിപ്പോയ മകനെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു അപ്പനെ കാണാം. ആരിൽ? യേശുവിൽ. എന്നെ കേൾക്കുന്ന അപ്പന്മാരെ, എന്തിനു വേദനയും ചാടി കൊല്ലാൻ തുല്ലുന്നവരെ, ഒരു കാര്യം നോക്കണം. ഏത് തെറ്റി വരുന്നവനെയും ചേർത്ത് പിടിച്ച ഒരു അപ്പനെ കാണാൻ കഴിയണമെങ്കിൽ ആരെ നോക്കിയാൽ മതി? യേശുവിനെ നോക്കിയാൽ മതി. ഈ രാത്രിയിൽ ആരെ നോക്കുക? ഒരു നല്ല അപ്പനാകാൻ ഒരു കൗൺസിലിങ്ങിനും പോകണ്ട. ഇന്നത്തെ പ്രത്യേകിച്ച് മോഡേൺ ജനറേഷനിൽ എങ്ങനെ ചേർത്ത് പിടിക്കണമെന്ന് അറിയാൻ ഒറ്റയാളെ നോക്കിയാൽ മതി. യേശു കർത്താവിനെ നോക്കിയാൽ മതി. യേശുവിനെ നോക്കുക, നല്ല അപ്പനാകും. നോക്കൂ, അവനെ ചേർത്ത് പിടിക്കുകയാണ്. അപ്പന്റെ സ്നേഹം തിരിച്ചറിഞ്ഞവൻ പറയുകയാണ്, എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോകും. അതുകൊണ്ട് നല്ലൊരു അപ്പനാകാൻ ഒറ്റ വഴിയേ ഉള്ളൂ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഒരു പേരന്റിങ് കൗൺസിലിങ്ങിനൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലത് പോയാൽ. പക്ഷെ ഏറ്റവും നല്ല പേരന്റ് കൗൺസിലർ ആരാണ്? യേശുവാണ്. കുറേ നേരം പോയി ഇരിക്കുക, എങ്ങനെ ഞാൻ എൻ്റെ പിള്ളേരെ വളർത്തണം. കർത്താവിനെ നോക്കിയാൽ ഇതുപോലെ എല്ലാം പഠിക്കാൻ കഴിയും. ആരെ നോക്കുക? നമ്മൾ ഏറ്റുപറയുന്ന മഹാപുരോഹിതനായ ആരെ നോക്കുക? യേശുവിനെ നോക്കുക. യേശു കർത്താവ് 33 തിരുവയസ്സില് ഗെത്സമനെ രാത്രിയിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യുകയാണ്. മതപോലീസും റോമൻ കോടതിയും കൂടി അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാത്രി മതകോടതി തന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. അവരെ കയ്യേറ്റം ചെയ്തു. ഒടുവിൽ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പീലാത്തോസ് യേശു കർത്താവിനെ ഹെരോദാസിന്റെ അടുക്കൽ വിട്ടു. ഹെരോദാസ് വീണ്ടും പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. 6 കോടതി വിസ്തരിച്ചു. ആ വിസ്താരത്തിൽ അവർ എന്തെല്ലാം ചെയ്തു? യേശു കർത്താവിന്റെ മുഖത്ത് തുപ്പി, മുഴുവൻ തുപ്പല്. ഒരു മനുഷ്യനെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? ഒരു മനുഷ്യനെ അപമാനിക്കാനുള്ള ഏറ്റവും വലിയ വഴി എന്താ? തുപ്പുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പിള്ളേരൊക്കെ തുപ്പിയ നല്ല അടി കൊടുക്കും. മക്കളെ തുപ്പരുത്, തുപ്പുന്നത് തെറ്റാണ്. ഒരു മനുഷ്യനെ എന്ത് ചെയ്യരുത്? തുപ്പരുത്. ഒരു വീടിന്റെ മുമ്പിൽ നിന്നുകൊണ്ടും കാർക്കിച്ച് തുപ്പരുത്, ഭയങ്കര ദേഷ്യം വരും. ഒരു മനുഷ്യനെ കാണുക കാർക്കിച്ച് തുപ്പരുത്. എന്താ കാര്യം? അവനെ അപമാനിക്കാനുള്ള വഴിയാണ്. നമ്മൾ ചിലപ്പോൾ ഓർക്കുന്ന, നമ്മൾ ശ്രദ്ധിച്ചില്ലേ പോലും, ഒരു വീട്ടിൽ പഠിക്കാൻ പോയി ഒരിക്കലും എന്ത് ചെയ്യരുത്? തുപ്പരുത്. കാരണം അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഒരു മനുഷ്യന്റെ മുഖത്ത് തുപ്പരുത്. അപ്പം നോക്കൂ, ഇവന്റെ മുഖത്ത് തുപ്പി. എന്നിട്ട് അവിടുത്തെ കണ്ണ് കെട്ടിയിട്ട് അവരെ അടിച്ചു. കണ്ണ് കെട്ടി തല്ലിയിട്ട് പറയുക, നീ പ്രവചിക്കുക, ആരാ നിന്നെ അടിച്ചത്? ഇതിനാണോ പ്രവചനം? കണ്ണ് കെട്ടി തല്ലിയവൻ ആരാണെന്ന് പറയാനാണോ പ്രവചനം? പ്രവചനത്തിനൊരു പുതിയ ഭാഷ അവർ കൊണ്ടുവന്നു. കണ്ണ് കെട്ടിയിട്ട് തല്ലടാ, തല്ലിയിട്ട് പറയുക, ആരാ നിന്നെ അടിച്ചെന്ന് പറയുക. എന്നിട്ട് അവർ മുഷ്ടി ചുരുട്ടി ഇടിച്ചു. അവിടുത്തെ തലയിൽ മുൾക്കിരീടം വെച്ചു. എന്നിട്ട് അവർ അവനെ കോലുകൊണ്ട് അടിച്ചു, രക്താംബരം ധരിപ്പിച്ചു, കാൽവറി കുരിശിലേക്ക് കൊണ്ടുപോവുകയാണ്. ഗെത്സമനയിലേക്ക് മുതല് പിന്നെ പീലാത്തോസിന്റെ കൽത്തളം, അവിടുന്ന് ഗാഗുൽത്തായിലേക്കുള്ള യാത്ര, നീണ്ട മണിക്കൂറുകളുടെ പീഡാസഹനം. കുരിശും എടുത്തുകൊണ്ട് കർത്താവ് ഗാഗുൽത്തിലേക്ക് പോവുകയാണ്. നോക്കണം യേശുവിനെ. കുരിശും നിജതോളിലെടു ഒരു വെൺഗിരിമേ കയറി പോകുന്ന കാഴ്ച കാണാൻ, കുരിശും നിജതോളിലെടു ഒരുവൻ
ഗിരിമേ കയറി പോകുന്ന കാഴ്ച കാൺമി. അവനീശസുധൻ മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്നിതനാ. അവനീശസുധൻ മഹിമോന്നതനാം അവനീശ്വരനിൽ ബഹുവന്നിതനാ. നോക്കൂ, കുരിശും നിജ റോഡിലെടുത്തു കൊണ്ട് പോവുകയാണ്. ഭാരമേറിയ കുരിശ് തോളിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ, ഭാരമേറിയ കുരിശ് തോളിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ വീഴുകയാണ്. അങ്ങനെ കുരിശ് തോളിലൊരു ഭാരം ഇരിക്കുമ്പോൾ ഒരിക്കലും ഒരു വ്യക്തിയും എങ്ങോട്ട് വീഴത്തില്ല, പുറമോട്ട് വീഴത്തില്ല. എങ്ങോട്ടേ വീഴത്തുള്ളൂ? മുമ്പോട്ടേ വീഴത്തുള്ളൂ. മുമ്പോട്ട് വീഴുമ്പോൾ കുരിശിങ്ങനെ ഇരിക്കുകയാണ്. കൈ കുത്തുന്നതിന് മുമ്പ് മുഖമടിക്കും. അതുകൊണ്ട് മുഖമടിച്ച് വീണ് വീണ് ഓൾറെഡി തുപ്പല്, കൈ മുട്ടിയുരുട്ടി ഇടിച്ച് തലയിലെ മുൾക്കിരീടം ചുരുട്ടി വെച്ച് അടിച്ച് ഇനിയും വീണും എഴുന്നേറ്റും പോയപ്പോൾ യെശയ്യാവ് 52:14 പറയുന്നു, അവനെ കണ്ടാൽ ആളറിയാത്തവനെ പോലെ അവൻ വിരൂപനായി. അവൻ വിരൂപനായി വിരൂപനായി വിരൂപനായി. ഒരു സൗന്ദര്യം, അവൻ ഭയങ്കര സൗന്ദര്യമായിരുന്നു. ഓ, എന്തൊരു സൗന്ദര്യമായിരുന്നു യേശുവിന്. അതുകൊണ്ടാണ് ഉത്തമഗീതമൊക്കെ പറയുന്നത്, എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പും ഉള്ളവൻ 10,000 അതിശ്രേഷ്ഠൻ. 10,000 അതിശ്രേഷ്ഠനായ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തി രൂപമായിരുന്ന, സൗന്ദര്യധാമമായിരുന്ന, പുരുഷ സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമായിരുന്ന പൊന്നോമന കുമാരൻ കണ്ടാൽ ആളറിയാത്തവനായി മാറി. അവൻ്റെ രൂപം നഷ്ടപ്പെട്ടു. അവനെ നോക്കണം, അവനെ രൂപം നഷ്ടപ്പെട്ടു. കാൽവരി കുരിശ് 2 കള്ളന്മാരുടെ നടുവിൽ കിടക്കുമ്പോൾ അവിടുത്തെ രൂപമില്ല. കണ്ടാൽ അവനെ തിരിച്ചറിയാനാവാത്തതുപോലെ രൂപം പോയി. എന്തിനാണ് ഈ രൂപം പോയത്? മകനെ, എന്തിനാണ് ഈ രൂപം പോയത്? മകളെ, എന്തിനാണ് അവൻ വിരൂപനായത്? ഒറ്റക്കാര്യത്തിന് വേണ്ടിയാ. നമ്മുടെ സൗന്ദര്യം വീണ്ടെടുക്കാൻ അവിടുന്ന് വിരൂപനായി. പാപം മനുഷ്യന്റെ സൗന്ദര്യത്തെ കവർന്നെടുത്തു. എനിക്ക് ഭയങ്കര സങ്കടത്തോടാണ് ഞാനിത് പറയുക. ദൈവം ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ച ഒരു സന്ദേശമാണിത്. നോക്കൂ, മനുഷ്യന്റെ ഒത്തിരി പിള്ളേരുടെ കണ്ണി നോക്കിയാൽ അറിയാം. ഞാനൊരു വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒത്തിരി പേരോട് സംസാരിച്ചു. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മക്കളെ എങ്ങനെ തിരിച്ചറിയാം? അവർ പറയുന്നത് വളരെ ഈസി ആയിട്ട് അറിയാം. അറിയാമോ ഡോക്ടർ കരുൺ? അറിയാം. എങ്ങനെ അറിയാം? എവിടെ നോക്കിയാൽ മതി? കണ്ണി നോക്കിയാൽ അറിയാം. കണ്ണി നോക്കിയാൽ, കള്ള പിള്ളേരെ കണ്ണി നോക്കിയാൽ അറിയാവുന്നവർക്ക് നിങ്ങൾ എന്താ എടുക്കുന്നതെന്ന് എങ്ങനെ അറിയാം? അവൻ്റെ കണ്ണ് ചത്ത കണ്ണ് പോലാകും. കണ്ണിൻ്റെ ശോഭ പോവും. അതിനു മുമ്പ് ആ കണ്ണിന് എന്ത് സൗന്ദര്യമായിരുന്നു, ആ കണ്ണിന് എന്ത് മനോഹാരിതയായിരുന്നു. മനുഷ്യൻ്റെ സൗന്ദര്യം പാപം വൈരൂപപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഈ ഭാഗം സംസാരിക്കുകയാണ്. ഞാനിത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വിരൂപനായ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പെട്ടെന്നൊരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനം കാണുകയാണ്. അത് ഒരു ചെറുക്കനും പെണ്ണും കല്യാണം കഴിഞ്ഞ് ഇറങ്ങുന്ന ഒരു പെട്ടെന്ന് ഞാനത് കാണുകയാണ്. കല്യാണ വേഷത്തിൽ പെൺകുട്ടി, മണവാളുടെ വേഷത്തിൽ വരന്, രണ്ടുപേരും ഇറങ്ങി വരുമ്പോൾ, പള്ളിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഭയങ്കര ബഹളങ്ങള്, വലിയ സന്തോഷം, ആർപ്പുവിളികള്. അപ്പോൾ നല്ല ഒരുങ്ങി വന്ന കുട്ടികൾ ഓടി വന്നിട്ട് അവർക്ക് ബൊക്ക കൊടുക്കുന്നു. അവിടെ കഴുത്തിൽ രണ്ടിലും എന്തിട്ടു? മാലയിട്ടു. മാലയും ഇട്ട് ബൊക്കയും പിടിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ ഫോട്ടോ, പഴയ ഫോട്ടോയാ. എന്ത് സൗന്ദര്യം അത് കാണാൻ! അതിന് ഭയങ്കര സൗന്ദര്യമുണ്ട്. പക്ഷെ ഇന്ന് അവരുടെ കാണാൻ അടുത്ത് തന്നെ ഞാൻ കാണുന്നത് അവർ കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങി വരുന്നതാ. കോടതി വരാന്തയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ രണ്ടായിട്ടാണ് ഇറങ്ങി വരിക. അതിനിടയ്ക്ക് കുഞ്ഞു ഓടി വന്ന് അപ്പൻ്റെ അടുക്കിലേക്ക് കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മയ്ക്കാണ് അവകാശമുള്ളത് കൊണ്ട്, കോടതി പറഞ്ഞത് കൊണ്ട് ആൾക്കാർ വന്ന് വലിച്ചുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് കരയുന്നു. പക്ഷെ നിസ്സഹാരായി നോക്കി നിൽക്കുന്നു. ഈ കാഴ്ചയ്ക്ക് എന്തെങ്കിലും സൗന്ദര്യമുണ്ടോ? ഇല്ല. നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്റെ സൗന്ദര്യം. മനുഷ്യന്റെ കാഴ്ചകളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ആ അപ്പനും മോനും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞപ്പം എന്ത് സൗന്ദര്യമായിരുന്നു കാണാൻ. ആ അമ്മയും മകനും മരുമകളും കൂടെ നടക്കുന്ന കാണാൻ എന്ത് സൗന്ദര്യമായിരുന്നു. ഇന്ന് സൗന്ദര്യങ്ങൾ നഷ്ടപ്പെട്ട വൃദ്ധർ എവിടെയോ ഇരിക്കുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു. ഇല്ലേ? എന്ത് സൗന്ദര്യമായിരുന്നു. അവരൊക്കെ ഉമ്മർത്തിരിക്കുക. അവരെ കിളവരാണ്, വാർദ്ധക്യമാണ്, പല്ല് പൊഴിഞ്ഞവരാണ്. രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു സൗന്ദര്യമുണ്ട്. ഈ സൗന്ദര്യങ്ങളെല്ലാം മാനവകുലത്തിന് നഷ്ടപ്പെട്ട് പ്രശ്നങ്ങളിലേക്ക് പോയി. പരസ്പരം മിണ്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, കുടുംബങ്ങൾ എന്ത് സൗന്ദര്യമായിരുന്നു. ഇന്ന് പരസ്പരം മിണ്ടാത്ത ഒരു സമൂഹം. എന്താണ്? അവർക്ക് ആർക്കും മിണ്ടാനൊന്നുമില്ല. കുഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറ. അല്ല, എന്തോ പറയാനാ ഒന്നും പറയാനില്ലാത്ത ഒരു കാര്യം. ആർക്കും ആരോടും മിണ്ടാനില്ലാത്ത സൗന്ദര്യം പോയെന്ന തലമുറ. ഈ സൗന്ദര്യം വീണ്ടെടുക്കപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമുക്ക് വേണ്ടി വിരൂപപ്പെട്ട ക്രിസ്തുവിനെ നോക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ സന്തോഷങ്ങളുടെ സൗന്ദര്യങ്ങളും വീണ്ടെടുക്കപ്പെടും. കരങ്ങളടിച്ച് സ്തുതിച്ചേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാ പ്രിയപ്പെട്ടവരും യേശുവിനെ നോക്കിക്കേ. ഹല്ലേലൂയ. നിശബ്ദമാണ് ആ വീടുകൾ ഇന്ന്. സംസാരം കൊണ്ടും സംഭാഷണം കൊണ്ടും സന്തോഷം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ ഭയങ്കരമായിരുന്ന, സന്തോഷകരമായിരുന്ന, അസൂയാവഹമായിരുന്ന സന്തോഷാനുഭവങ്ങൾ ഉണ്ടായിരുന്ന കുടുംബങ്ങൾ ഇന്ന് പരസ്പരം മിണ്ടാത്ത ലോകത്തേക്ക് പോയി. എന്ത്? ആ പെൺകുഞ്ഞ് അവരുടെ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ കെടുത്തി, ആ ആൺകുഞ്ഞ് അവരുടെ സൗന്ദര്യത്തെ കെടുത്തി. ഇഷ്ടമുള്ള കല്യാണം കഴിച്ചതോടുകൂടി അവരുടെ വീടിന്റെ സൗന്ദര്യം പോയി. ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, നിന്റെ വീടിന്റെ സൗന്ദര്യത്തെ മടക്കിത്തരാൻ, നിന്റെ കുഞ്ഞിന്റെ സൗന്ദര്യത്തെ മടക്കിത്തരാൻ, നിന്റെ ദാമ്പത്യത്തിന്റെ സൗന്ദര്യത്തെ മടക്കിത്തരുത്താൻ ഒരാൾ വിരൂപനായിട്ടുണ്ട്. യേശു കർത്താവ്. ശ്രദ്ധിച്ചു നോക്കിക്കേ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കേ. റിബ ലഗ ധുന ബന അഥന റിക നഗതന ഹംദന. ഈ രാത്രി മാനവകുലമേ നോക്കുക, മാനവരാശിയെ തല ഉയർത്തി നോക്കുക. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിന്റെ നഷ്ടപ്പെട്ട സൗന്ദര്യങ്ങൾ തിരിച്ചു കിട്ടും. വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകട്ടെ. ഒത്തിരി പേര് പാപത്തിന്റെ കുത്തൊഴുക്കിലേക്ക് പോവുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, പാപം നിങ്ങളെ ചതിക്കും. പാപത്തിന്റെ ചതിക്കുഴി. സർപ്പം ഉപായത്താൽ ആരെ ചതിച്ചു? ഹവ്വയെ ചതിച്ചു. പാപം ചതിക്കും. പാപത്തിന്റെ ചതിക്കുഴികളിൽ മനുഷ്യൻ വീണു പോകുമ്പോൾ എബ്രായ ലേഖനം പറയുന്നു, പാപത്തിന്റെ തൽക്കാല ഭോഗം അതിൽപ്പെട്ടാണ് പോകുക. എങ്ങനെ ഈ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ? ഞാൻ ഒത്തിരി മക്കളോട് ചോദിച്ചു, എപ്പോഴാ കുടിച്ചത്? ടൂറിന് പോയപ്പോൾ നിർബന്ധിച്ചപ്പം കുടിച്ചു. അവരെ കുടിച്ചില്ലെങ്കിൽ എന്ത് വിചാരിക്കും? കുടിച്ചു പോയി. നോക്ക്, പലരും പാപത്തിന്റെ ചതിക്കുഴിപ്പെട്ടു. അല്ലാതെ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് സ്ട്രെസ് കൂടിയിരിക്കുന്ന സുഹൃത്തിനെ കണ്ടപ്പം സുഹൃത്ത് കൊടുത്തു, ഇതൊന്ന് രുചിച്ചു, അല്ല ഇതൊന്ന് ഇഞ്ചക്ട് ചെയ്തു. അതോടുകൂടി അവൻ അടിമയായിട്ട് മാറുന്നു. പലപ്പോഴും സംഭവിച്ചത് പാപത്തിന്റെ ചതുക്കുഴിയ. വളരെ കൂട്ടുകാരായിരുന്നവർ ഒരു നിമിഷ നേരത്തെ ട്വിസ്റ്റാണ്. ദേ വർ വെരി ഗുഡ് ഫ്രണ്ട്സ്. പക്ഷെ ഒരു ദിവസം അവർ ചോദിച്ചു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പ്രൊപ്പോസ് ചെയ്തപ്പോൾ എന്താ പറ്റി? കമ്മിറ്റഡ് ആയി പോയെന്ന്. ഒരു കൊച്ചു എനിക്കൊരു കത്തയച്ചു തരിക. ഐ ആം കമ്മിറ്റഡ്. ഞാൻ ചോദിച്ചു, കമ്മിറ്റഡ് ടു സൂയിസൈഡ്? ഐ ആം കമ്മിറ്റഡ്. വയസ്സ് മൊട്ടേന്ന് വിരിഞ്ഞില്ല, പറയുകയാണ് എന്ത്? കമ്മിറ്റഡാ. പാപത്തിന്റെ എന്താണ്? ചതിക്കുഴികളിലേക്ക് പെടുകയാണ്. പാപത്തിന്റെ ചതിക്കുഴിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഒറ്റ കാര്യമുള്ളൂ, യേശുവിനെ നോക്കുന്നവൻ പാപത്തിന്റെ ചതിക്കുഴി പെടില്ല. രണ്ട് അനുഭവങ്ങൾ വായനയൊക്കെ കിട്ടിയത് മനസ്സിൽ കിടപ്പുണ്ട്. വായനാനുഭവങ്ങളാണ്. ഒരു കുഞ്ഞ്, അവൻ കൊച്ചു കുഞ്ഞാണ്, അവൻ പാവം പിടിച്ച ഒരു വീട്ടിലെ കുഞ്ഞ്. അവൻ എന്ത് ചെയ്തു? അവൻ പഠിച്ചു മിടുക്കനായി. പഴയ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ, ഇന്ന് +2 വന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അവൻ എൻട്രൻസ് എഴുതി കിട്ടി. അവന് MBBS അഡ്മിഷൻ കിട്ടി. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അവൻ MBBS ചേരുമ്പോൾ, പക്ഷെ അവിടെ ഒത്തിരി പണക്കാർ മക്കളുണ്ട്. NRE കോട്ടയിലും ഒക്കെ വന്ന മക്കളും പിന്നെ സമ്പന്നതയുടെ മടുത്തൊട്ടി വളർന്ന പിള്ളേര്. ഇവൻ പാവം പിടിച്ച ഒരു വീട്ടിലെ കുഞ്ഞ്. അവന്റെ ഹോസ്റ്റൽ മുറിയിൽ മയക്കുമരുന്നുണ്ട്, മദ്യമുണ്ട്, പാർട്ടിയുണ്ട്, ബർത്ത്ഡേ പാർട്ടിയുണ്ട്, ബഹളം. ഇവനും കുടിക്കണോ നിർബന്ധവനായി. അവരെ അല്ലെങ്കിൽ വല്ലാതെ കമ്പനി ചെയ്യുന്നു. ഇവൻ അപ്പനൊരു കത്തെഴുതി, അപ്പാ എനിക്കിവിടെ നിൽക്കാൻ ഒക്കെയില്ല, നമ്മൾ പാവം പിടിച്ചവരാ, ഇതെല്ലാം വലിയ കാശുകാരാ, ഇവരിവിടെ നമുക്ക് നിൽക്കാൻ ഒക്കത്തില്ല, ഇവിടെ കൾച്ചർ വേറെയാ, അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞാനങ്ങ് തിരിച്ചു വരികയാ. ഡോക്ടറായില്ലെന്നല്ലേ ഉള്ളൂ, കുടിയനാകത്തില്ലല്ലോ. അച്ഛൻ പറഞ്ഞ്, എൻ്റെ കുഞ്ഞ് ഒരു കുഴപ്പം വരത്തില്ല, നീ കുടിക്കില്ല, നീ ഡോക്ടറാകും. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ മകൻ്റെ തപാലില് അവൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അവനെ വിളിക്കുന്ന, നിനക്കൊരു പാഴ്സലുണ്ട്. ചെന്നപ്പോൾ എന്താണെന്ന് അറിയാമോ? അപ്പൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപ്പൻ ഫ്രെയിം ചെയ്ത് അയച്ചേക്കുക. എന്താണ് ആ ഫോട്ടോ? പഴയ ചെങ്കുത്തായ ഒരു കരിങ്കല്ല് ക്വാറി, അതിങ്ങനെ പൊട്ടിച്ച് ഉയരമുള്ള പാറമട പുറകില്. ഇന്നത്തെ പോലെ ക്വാറിയിലൊക്കെ 3/4 ഇഞ്ച് 1.5 ഇഞ്ച് 1 ഇഞ്ച് ഒന്നും വരികയല്ല. ഏത് ഇഞ്ച് വേണോ അത് സാധാരണക്കാർ കുത്തിയിരുന്ന് പാറ എന്ത് ചെയ്യുക, ചുറ്റിയൊക്കെ അടിക്കുകയാണ്. അങ്ങനെ പാറയ്ക്ക് അകത്ത് കുത്തിയിരുന്ന് മിറ്റിലടിക്കുന്ന ഒരു അപ്പൻ്റെ ഫോട്ടോ. ചെങ്കുത്താണ് ആ പാറ, അതിൻ്റെ പുറകില് ഒരു ഓലക്കീറ് ഞാട്ടി നിർത്തിയിട്ടുണ്ട്, വലിയ വെയിലാണ്. അവൻ കുത്തിയിരുന്ന് അപ്പൻ അടിക്കുകയാണ്, കുത്തിയിരുന്ന് മിറ്റിലിട്ട് അടിക്കുന്ന അപ്പൻ്റെ ഫോട്ടോ വെയിൽ അവിടെയൊക്കെ അടിച്ചു വരുന്നുണ്ട്. ഈ ഫോട്ടോ അയച്ചു കൊടുത്ത് ഫ്രെയിം ചെയ്തിട്ട് മോന് കൊടുത്തിട്ട് പറഞ്ഞു, എപ്പം കുടിക്കണമെന്ന് തോന്നുവോ, കൈവിട്ട് പോകുമെന്ന് തോന്നുമ്പോൾ എൻ്റെ കുഞ്ഞ് ഈ ഫോട്ടോയിൽ നോക്കിയാൽ മതി, നീ കുടിക്കില്ല. സത്യാണ്, പാപം ചെയ്യാൻ തോന്നുമ്പോൾ എനിക്ക് വേണ്ടി വികൃതനായ യേശുവിനെ നോക്കുന്ന ഒറ്റയാളും പാപത്തിൽ പെടില്ല കുഞ്ഞെ. ക്രൂശിനെ സ്നേഹിച്ച, ക്രൂശിനെ കണ്ട ഒരാൾക്കും പാപം ചെയ്യാൻ കഴിയില്ല. 2, ഒരമ്മ ഇതുപോലൊരു കുഞ്ഞിൻ്റെ അവനോട് പറയാതെ നഗരത്തിലേക്ക് പഠിക്കാൻ പോയ കുഞ്ഞിൻ്റെ മുറിയിൽ ചെന്നു. അവൻ പുറത്ത് താമസിക്കുകയാണ്, ലോഡ്ജിൽ താമസിക്കുകയാണ്. അവന് ലോഡ്ജിൽ താമസിച്ചുകൊണ്ട് പഠിക്കുന്ന കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ അമ്മ ഞെട്ടിപ്പോയി. അമ്മയ്ക്ക് കയറാൻ കഴിയാത്ത പോലെ ആ മുറി നിറച്ച് നഗ്നരായ സ്ത്രീകളുടെ സിനിമാ നടിമാരുടെ പോസ്റ്റർമാരാണ്. അമ്മയ്ക്ക് അവിടെ നിൽക്കാനൊക്കത്തില്ല. മാതൃത്വം അപമാനിക്കപ്പെടുന്ന പോലെ, സ്ത്രീത്വം അപമാനിക്കപ്പെടുന്ന പോലെ അമ്മ നിശബ്ദയായി തിരിച്ചു വന്നു. ഇതുപോലെ ഒരാഴ്ച കഴിഞ്ഞപ്പം കുഞ്ഞിനൊരു ഫോട്ടോ കിട്ടി. എന്താണെന്നറിയാമോ? പഴയ ഒരു വീട്, അതിൻ്റെ അടുപ്പ് കളത്തിയിട്ടില്ല,
ആ വീടിന്റെ താഴെ തന്നെയാണ് ഈ എന്താണ് അടുപ്പൊക്കെ ഇരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് അമ്മ അടുപ്പ് വൃത്തിയാക്കിയിട്ട് കുഴല് വെച്ച് ഊതി തീ കത്തിക്കുന്ന അമ്മ. അങ്ങനെ കുഴല് വെച്ച് ഊതുമ്പോ, ഇന്നാണ് ലൈറ്ററൊക്കെ, അന്ന് എന്താണ് കുഴല് വെച്ച്, ഇന്നെല്ലാം ഗ്യാസ് അല്ലേ, ആർക്കാണ്ടുണ്ടോ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ ഊതി കത്തിച്ചപ്പോൾ എന്തോ പറക്കും, ഊതി കത്തിച്ചിട്ടുണ്ടോ എന്തോ പറക്കും, ചാരം പറക്കും. ഈ ചാരമെല്ലാം അമ്മയുടെ തലയില്. ഇത് ആ രാവിലെ കാപ്പി അലത്താൻ വേണ്ടി അവിടെ കുത്തിച്ചിരുന്ന് ആ കാപ്പി ഊതുന്ന അമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് അമ്മ അയച്ചു കൊടുത്തു. അവൻ ആ ഫോട്ടോ അവിടെ കെട്ടി തൂക്കി. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു, അമ്മയുടെ ഫോട്ടോയുടെ ഇപ്പത്തിരുന്ന പെണ്ണിനെ അവൻ കീറി, അമ്മയുടെ പെണ്ണിന്റെ അപ്പുറത്തിരുന്ന പെണ്ണിനെ അവൻ കീറി. ചുരുക്കത്തെ ആ മുറിയിലെ മുഴുവൻ ഫോട്ടോയും കീറി. അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പുറത്ത് തുണിയില്ലാത്ത പെണ്ണിന്റെ ഫോട്ടോ വെക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ചെറുക്കനുണ്ടോ? ഇല്ല. അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് ഇപ്പുറത്ത് വേണ്ടാത്ത ഒരു ഫോട്ടോ വെക്കുവോ? ഇല്ല. അവൻ ഓരോന്നും കീറി. എന്താ? അമ്മയ്ക്കറിയാം, എന്നെ കണ്ടാൽ ആ ചെറുക്കൻ കീറിയിരിക്കും. ഇതുപോലെ തന്നെ എൻ്റെ ക്രിസ്തുവിനെ നോക്കുന്ന ഒരുവനും പാപത്തിന്റെ തൽക്കാല ഭോഗത്തിലേക്ക് വല്ലപ്പോഴും ഒഴുകി പോകത്തില്ല. നോക്കണം. ആരെ? യേശുവിനെ നോക്കണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും കാര്യത്തിൽ സ്വന്തം ഭാര്യ വിട്ടേച്ച് പോകാൻ തോന്നുന്നവൻ യേശുവിനെ നോക്കണം. ചേർത്ത് പിടിച്ച തന്റെ മണവാട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ച ഒരു യേശുവിനെ കാണണം. ഹല്ലേലൂയ. അമ്മയോട് വഴക്കുണ്ടാക്കുന്നവരെ, അമ്മയെ നോക്കാത്തവരെ നോക്കണം. ആരെ? തീവ്ര വേദനയിലും താഴേക്ക് നോക്കി പറഞ്ഞു, ഇതോ നിന്റെ അമ്മ എന്ന് പറഞ്ഞു യേശുവിനെ നോക്കണം. അപ്പനോട് മിണ്ടിയിട്ട് വർഷങ്ങളായി. ഒന്നും മനസ്സ് തുറന്ന അപ്പനോട് സംസാരിക്കാൻ മടിയുള്ള നവ തലമുറയുടെ ലോകമേ, നിന്നോട് ഞാൻ പറയുന്നു, നീ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിരുന്ന വർത്താനം പറഞ്ഞ പിതാവേ, ഞാനും നീ ഒന്നായിരുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാക്കണമെന്ന് പറഞ്ഞ യേശുവിനെ നോക്കുക. അധ്വാനിക്കാനും ജോലി ചെയ്യാനും മടിയുള്ളവരെ, സുഖലോലുപതയുടെ മടിത്തട്ടി കിടന്നുകൊണ്ട് ഒരു ജോലിയുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയാത്തവരെ, ഇന്ന് രാത്രിയിൽ നല്ല പ്രായത്തിൽ അധ്വാനിച്ച ഒരുവനെ നോക്കിക്കേ. യേശുവിനെ. സ്ക്രീനേജ് ആയിട്ടുള്ള തലമുറയെ മണിക്കൂറുകൾ മൊബൈലിന്റെ മുമ്പിൽ, മണിക്കൂറുകൾ അവരവരുടെ ഡിവൈസസിന്റെ മുമ്പിൽ ഒരു കാര്യവുമില്ലാതെ സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഒരാളെ നോക്കണോ? 12ാമത്തെ വയസ്സിൽ തോറായിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വചനത്തിന്റെ ചുറ്റിയിരുന്ന യേശുവിനെ നോക്കണം. ഈ രാത്രി നോക്കാൻ ഒരിടമുണ്ട്. നിന്റെ മുമ്പിൽ കൂട്ടുകാര് ബിയർ കുപ്പി എടുത്തുകൊണ്ട് കുടിക്കാൻ നിർബന്ധിക്കുമ്പോ ഒരു സിപ്പ് എടുത്തില്ലെങ്കിൽ മോശമാണെന്ന് തോന്നുന്ന സമയത്ത് ഒരാളെ നോക്കണം. ആരെ? ആളറിയാത്തവനായി മാറിയ യേശുവിനെ. നിന്റെ കാമുകം നിന്നെ വേണ്ടാത്തത് നിർബന്ധിക്കുമ്പോ, ഒരിക്കലെന്ന് മാത്രം പറഞ്ഞ് പാപത്തിന് പ്രലോഭിക്കുമ്പോൾ ഒരാളെ നോക്കണോ? ആരെ? ഇങ്ങനെ വിശുദ്ധനാക്കാൻ വേണ്ടി കാൽവറി പിടഞ്ഞ് രൂപഗുണം നഷ്ടപ്പെട്ട ഒരുവനെ, യേശുവിനെ. പാപത്തിന്റെ തൽക്കോല ഭോഗത്തെ കാട്ടിലോ ഈ രാത്രി നമുക്ക് നോക്കാം. ആരെ? യേശുവിനെ. എല്ലാ കണ്ണുകളും അടച്ച് കർത്താവിനെ ഒന്ന് നോക്കിക്കേ. എന്റെ ഹൃദയം യേശുവിനെ നോക്കിക്കേ മക്കളെ. എന്തിനാണ് കർത്താവ് ഇതെല്ലാം ചെയ്തത്? നമുക്ക് വേണ്ടി. എല്ലാ കണ്ണടച്ച്. രൂപം പോയി, കണ്ടാൽ ആളറിയത്തില്ല. പൊന്നോമന കുമാരൻ എന്തൊരു സൗന്ദര്യമായിരുന്നു അറിയാമോ? എന്തൊരു സൗന്ദര്യമായിരുന്നു. ഒരു കലാകാരനും വരച്ചു തീർക്കാനാവാത്ത സൗന്ദര്യം. ഇന്ന് കണ്ടാൽ ആളറിയാത്തവനെ പോലായി. കണ്ടാലോ ആളറിയുകയില്ല. യേശുവിനെ നോക്കിക്കേ. എവിടെങ്കിലും പാപത്തിന്റെ മ്ലേച്ഛതകളിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അന്ത്യശാസനം. യേശുവിനെ നോക്കുന്നവൻ തെറ്റിപ്പോകില്ല. പാപം നിന്റെ കണ്ണ് കുഴിച്ചോ? പാപം നിന്റെ കണ്ണിന്റെ സൗന്ദര്യത്തെ നഷ്ടപ്പെടുത്തിയോ? ഈ രാത്രി കുരിശിലേക്ക് നോക്കുക. യേശുവിനെ നോക്കുക. എല്ലാവരും ക്രൂശിനെ ധ്യാനിച്ചു. ഈ ക്രൂശിന്റെ സ്നേഹമാണ് ഞങ്ങളെ നിർബന്ധിക്കുന്നത്. എത്രയോ വട്ടം ഒതുങ്ങിയാൽ മതി, ഒരു പരുവത്തിലൊക്കെ പോയാൽ മതി എന്ന് ചിന്തിച്ച എത്രയോ ദിവസങ്ങൾ. പക്ഷെ ഇന്നും വീണ്ടും 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 സുവിശേഷ വേലയിൽ നിർത്തുന്നത് ഈ യേശുവിന്റെ സ്നേഹം. അവനെ നോക്കുമ്പോൾ അവൻ വികൃതനായി. അവർ അവന്റെ മുഖത്ത് തുപ്പി, അവർ അവനെ കൈയുരുട്ടി, അവനെ മുട്ടിയുരുട്ടി ഇട്ടിച്ചു, കണ്ണുകെട്ടി തല്ലി. നിന്നെ അടിച്ചത് ആരാന്ന് പ്രവചിക്ക.
ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം.